നമസ്കാരം കൂട്ടക്ഷര നമസ്കാരം എല്ലാവർക്കും സ്വാഗതം. കൂട്ടക്ഷരങ്ങളുടെ ഇന്നത്തെ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് അശ്വമേധമാണ് കേട്ടോ. അശ്വമേധം എല്ലാവർക്കും അറിയാലോ. അശ്വമേധം എന്ന് പറഞ്ഞാൽ കുറേ ക്ലൂസ് ഉണ്ടാവും, അവസാനം ആളെ ഗസ് ചെയ്യണം. അപ്പൊ അശ്വമേധത്തില് ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് നമ്മൾ ക്വിസുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ജിഷു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ജിഷുവിന്റെ സ്വന്തം ടിൻ ബുക്കുമായിട്ട് നടക്കുന്നുണ്ടെന്ന്. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ആരെയും കാണുന്നില്ലല്ലോ. വരുന്നവരൊക്കെ ഒരു കമന്റ് അടിച്ചേ, ഹലോ ഹായ് ഒക്കെ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദേ ഇവിടെ ആള് വന്നു എന്നുള്ള കാര്യം. എന്താ ഹായ്, ജയശ്രീ ജോൺ വന്നു, കലാദേവി വന്നു. ഹായ് ഹായ്. എന്റെ കുറച്ച് സ്ലോ കണക്ഷനാണ്, അതുപോലെ തന്നെ ഇത്തിരി മഴയൊക്കെ ഉണ്ട് ഇവിടെ, അതിൻ്റെതായ ഒരു സ്ലോ ഉണ്ടാവും കേട്ടോ. ഹായ് പവിത്ര ഉണ്ണി, ഹായ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം 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 സുസ്വാഗതം. നമുക്കിപ്പോ ഒരു 2 മിനിറ്റും കൂടെ ഒക്കെ വെയിറ്റ് ചെയ്യാം, എല്ലാവരും ഒക്കെ എത്തട്ടെ. അപ്പൊ ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള അശ്വമേധാണ് കേട്ടോ. അതായത് കുറെ ക്ലൂസ് ഞാൻ തരും, ഒരു 5 ക്ലൂ വരെ ഞാൻ തരും. എന്നിട്ട് നിങ്ങൾ ഏത് ശാസ്ത്രജ്ഞനാണ്, ഏത് സയന്റിസ്റ്റിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്, അല്ലെങ്കിൽ ഏത് ശാസ്ത്രജ്ഞയെ കുറിച്ചാണ് ഞാനീ പറയുന്നതെന്ന് ഗസ് ചെയ്തെടുക്കണം കേട്ടോ. ഇന്നത്തെ പരിപാടി അതാണ്. എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പഴയ ക്വിസ് മത്സരങ്ങളിലേക്കൊക്കെ പോയിരുന്ന പഴയ സയൻസ് ബുദ്ധിയൊക്കെ അങ്ങോട്ട് എടുക്കുക, ഒരച്ച് തേച്ച് തുരുമ്പൊക്കെ മാറ്റി അങ്ങനത്തെ ഇളക്കി എടുക്കുക. എല്ലാം അങ്ങ് തിളങ്ങി വരട്ടെ. എല്ലാവർക്കും സ്വാഗതം സ്വാഗതം. വരുന്നവർ ഇവിടെ ഒരു ഹായ് ഇട്ടോ, ഹാജർ വെച്ചിട്ട് പൊക്കോ. എനിക്ക് ആകെ 3 പേരെ ഹായ് തന്നിട്ടുള്ളൂ കേട്ടോ, വേറെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും വരുന്നുള്ളൂ. ഞായറാഴ്ചയാണ്, 12 മണിക്ക് കൂട്ടക്ഷരങ്ങളുടെ ക്വിസ് ഉണ്ട് എന്നൊക്കെ മറന്നുപോയോ നിങ്ങള്? അപ്പൊ പോയിട്ട് നാളെ വരാന്ന്. അയ്യോ പോവല്ലേ, ആകെ 3 പേരുള്ളൂ, അതിലൊരാൾ പോയാ എങ്ങനെയാ? ജയശ്രീ അവിടെ നിക്ക്, ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസാ. അയ്യേ ഇതായിരുന്നോന്ന് വിചാരിക്കും. ഹാരിസ് മേമന, ഹായ്. ആളുകൾ ഇങ്ങനെ പതുക്കെ 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 കൂടി വരട്ടെ. വരുന്നവർ ഹാജർ വെക്കുക, ഹായ് പറയാ, ഹലോ പറയാ. ഇന്ന് മിക്കവാറും സ്കോറിന് അടിയാവോ? ഭയങ്കര സ്ലോ കണക്ഷൻ ആണെന്ന് തോന്നുന്നു. എന്റെ ഇവിടെ മഴയുണ്ട്. കൊടുങ്ങല്ലൂരാണ് ഞാനിപ്പോ. ഹായ് ആൻസ് ഫിലിപ്പ്, ഹായ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. ഇവിടെ മഴയുണ്ട്, രാവിലെ തന്നെ മഴ. സലീന സൈഫ്, ഹായ്. അജിത് രാജ് വന്നു. അപ്പൊ ആൾക്കാരൊക്കെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങിയാലോ. മെയിൻ ആൾ എത്തി, അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ദേ ബാക്കില് പാട്ടൊക്കെ പാടി ഉഷാറാക്കി ഒരാളുണ്ട്. അപ്പോ ഇന്ന് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ടുള്ള, ഇന്ന് സയന്റിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള അശ്വമേധാണ് കേട്ടോ. അതായത് ഞാനൊരു 5 ക്ലൂ തരും, എന്നിട്ട് ഓരോ ക്ലൂ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും, ചിലപ്പോൾ പതുക്കെ പറയാൻ പറ്റുള്ളൂ. അവസാനത്തെ ക്ലൂ ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും പറയാൻ പറ്റും. അങ്ങനെയുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചിട്ടുള്ള
കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം തുടങ്ങട്ടെ. തുടങ്ങാണ്. എല്ലാവരും ഒക്കെ എത്തിയെന്ന് വിചാരിക്കുന്നു. 12:04 സമയമില്ല കളയാൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ക്ലൂ നമ്പർ 1. ക്ലൂ നമ്പർ 2, ഇദ്ദേഹത്തിന് ഇസ്രായേലിലെ പ്രസിഡന്റ് ആക്കാൻ പോയതാ. ഇദ്ദേഹത്തിന് എന്നാ പോവല്ലേ, അവിടെ നിൽക്ക്, നമുക്ക് നോക്കാലോ. അപ്പോ ഹായ് അശ്വതി, അച്ചുകുഞ്ഞൻ, ഹായൊക്കെ ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ, മൂഡ് പോയിന്ന്. അപ്പൊ ആദ്യത്തെ ക്ലൂ, ഇദ്ദേഹത്തെ കുറിച്ച് ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഞാൻ പറഞ്ഞ പോലെ ഇതായിരുന്നു ആദ്യത്തെ ക്ലൂ. ഞാൻ തന്നെ മറന്നുപോയി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ഇസ്രായേലിലെ പ്രസിഡന്റ് ആക്കാൻ നിന്നതാ. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റിയ പണിയൊന്നും അല്ല അത്, ഞാനൊരു പ്രസിഡന്റ് ആവാനൊന്നും പറ്റിയ ആളല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. ഓക്കെ, മൂന്നാമത്തെ ക്ലൂ ഓരോരുത്തരും ഉത്തരങ്ങളായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ജർമ്മനിയിലാണ് ജനിച്ചത്. പക്ഷേ ജൂതനായതുകൊണ്ട്, ജൂതനായതുകൊണ്ട് അദ്ദേഹത്തിന് നാട് വിടേണ്ടി വന്നു, ജർമ്മൻ സിറ്റിസൺഷിപ്പ് വിടേണ്ടി വന്നു 1896. സ്കൂളിൽ പഠിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരൊക്കെ പറഞ്ഞോ, പഴയ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞോ? നമ്മളൊക്കെ ഇപ്പൊ തള്ള വൈബായി. പുതിയ ശാസ്ത്രജ്ഞന്മാരെ വളരെ കുറവേ ഉള്ളൂ എൻ്റെ ലിസ്റ്റിൽ. പഴയ ആളാണ്. അപ്പോ ഇദ്ദേഹം, ഞാൻ പറയുന്നു, വലിയൊരു ശാസ്ത്രജ്ഞനാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന ഒരാളാണ് ഇദ്ദേഹം. ഇസ്രായേലിൽ പ്രസിഡന്റ് ആക്കാനൊക്കെ നോക്കി ഇദ്ദേഹത്തിന്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന പണിയൊന്നും അല്ല എന്ന് പറഞ്ഞ് പോയി. അതിനുശേഷം പിന്നെ ഇദ്ദേഹത്തിന് ജർമ്മൻ സിറ്റിസൺഷിപ്പ് തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. മറ്റേ നമ്മുടെ നാസി ഭരണകൂടത്തിൽ നിന്ന് ഓടിപ്പോയി അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ ഒളിച്ചോടി 1896. എന്നിട്ട് ജർമ്മൻ സിറ്റിസൺഷിപ്പ് തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ഐൻസ്റ്റീൻ തന്നെയാണ് ഉത്തരം കേട്ടോ. ഐൻസ്റ്റീൻ ആണ് ആദ്യ ഉത്തരം പറഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റീൻ. വൈശാഖ് ജയാണ്. ഹാരിസ് മേമന രണ്ടാമത് പറഞ്ഞു. അടുത്തത് കലാദേവി പറഞ്ഞു. ഓക്കെ, അയാള് ജൂതനായിരുന്നു. അപ്പൊ ഹിറ്റ്ലർക്ക് ജൂതന്മാരെ ഇഷ്ടമല്ല, അപ്പോ അവരെയൊക്കെ കൊല്ലുമായിരുന്നു. അപ്പോ ഇയാള് നാട് വിടേണ്ടി വന്നു. ഇയാളോടൊരു സുഹൃത്ത് പറഞ്ഞു, അമേരിക്കയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അമേരിക്കയ്ക്ക് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണ്ട, അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് നാട് വിടേണ്ടി വന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇക്കാലത്ത് എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ വൈശാഖ് ജയ്, ഹാരിസ് മേമന, അതേപോലെ തന്നെ കലാദേവി എന്നിവര് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞു. ശാന്തകുമാരി ഹായ്. ഹിറ്റ്ലർ ഇപ്പില്ല. പിന്നെ അജിത് രാജു ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, പക്ഷെ കുറച്ച് വൈകിയാണ് എനിക്ക് വന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ശാന്തകുമാരി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. ശാന്തകുമാരി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പേര് ശാന്തകുമാരി എന്നാണ് കേട്ടോ. ആൻസ് ഫിലിപ്പ് ഐൻസ്റ്റീൻ പറഞ്ഞു. തോമസ് പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. ബിനോ മാത്യു ഐൻസ്റ്റീൻ പറഞ്ഞു. മയ്യനാട് കുമാരൻപിള്ള എന്ന് പറഞ്ഞേക്കല്ലേ. ഓ ദൈവമേ. വേറെ ആരോ ന്യൂട്ടൺ എന്നൊക്കെ പറഞ്ഞു. ന്യൂട്ടന്റെ ചോദ്യമൊക്കെ വരുന്നുള്ളൂ കേട്ടോ. സലീന സൈഫ് അശ്വതി, ന്യൂട്ടന്റെ ചോദ്യം വരുന്നുള്ളൂ. ആ മുത്തുമാല കൊള്ളാന്ന്. ഒരു പോയിന്റ് തരട്ടോ. യുറേക്ക ആപേക്ഷികം എന്ന് 10 ഓടി. ഒരു മിനിറ്റ്. അപ്പൊ യുറേക്ക എന്ന് പറഞ്ഞിട്ട് ഓടിയത് ആര്? അടുത്ത ചോദ്യം ഒന്ന് അതാക്കാം. അങ്ങനെ വൈശാഖ് ജയ്,
ഹാരിസ് മേമന, കലാദേവി എന്നിവർ ഓരോ പോയിന്റുകളോടുകൂടി സ്കോർ ബോർഡിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. മാനസിക സമീപനം, അതെ 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 അതെ, സൈക്കോളജിക്കൽ മൂവ് എന്ന് ഞങ്ങൾ പറയും. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യമാണ്. ഇദ്ദേഹം പക്ഷെ ഫസ്റ്റ് ക്ലൂ തന്നെ ചിലപ്പോ ഒരു ഫസ്റ്റ് ക്ലൂ എന്ന വേറൊരു ക്ലൂ തരാം. അദ്ദേഹത്തിന്റെ ആദ്യം കല്യാണം കഴിച്ചത് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് സ്റ്റുഡന്റിനെയാണ്. 1965 അടുത്ത ചോദ്യമാണ്. എനിക്ക് പോയിന്റ് തരണ്ട എന്നാണോ ജിഷു പറഞ്ഞത്? അല്ല, അവൻ പറയാ ഈ മുത്തുമാലയുടെ കാര്യമൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നത്, നമ്മൾ വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയല്ലേ, അപ്പൊ മുത്തുമാലയുടെ കാര്യം എന്തിനാ പറയുന്നത്? അങ്ങനെയാണ്. അപ്പോ അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യത്തില് നമ്മൾ പറയാൻ പോകുന്നത്, ഇതേ ആദ്യം കല്യാണം കഴിച്ചത് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് സ്റ്റുഡന്റിനെയാണ്. 1965 ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് സ്റ്റുഡന്റിനെയാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് കേട്ടോ. ഒരു ശാസ്ത്രജ്ഞനാണ്. കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്ലൂ ആയി പോയോ? ഉത്തരമൊക്കെ വരുന്നു. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കുറച്ച് ഇതുണ്ടായിരുന്നു, ഡിസബിലിറ്റി ഉള്ള ആളായിരുന്നു. എന്നാലും ഇദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കോളേജിലെ റോയിങ് ടീം ഉണ്ടല്ലോ, ഈ തുഴയുന്ന, അവരുടെ ആ ടീമിലെ അംഗമായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ഡിസബിലിറ്റി ഉണ്ടായിട്ട് കൂടെ അദ്ദേഹം ആ റോയിങ് ടീമിലെ അംഗമായിരുന്നു. ഒരുപാട് പേര് ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സ്പീച്ച് സിന്തസൈസർ വെച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പോഴേക്കൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. അതേ, ഉത്തരം ശരിയാണ്. നിങ്ങളെല്ലാവരും പറയുന്ന ഉത്തരം ശരിയാണ്. സ്റ്റീഫൻ ഹോക്കിനാണ്. ഞങ്ങൾ വൈബ് തള്ളകളാ, സീരിയസ് ക്വിസിനെ ഫണ്ണാക്കുന്നവർ. യെസ്, വൈബ് തള്ള വൈബ്സ്. അപ്പൊ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞു കേട്ടോ. ആദ്യത്തെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ജയശ്രീ ജോൺ അങ്ങ് ഉത്തരം പറഞ്ഞു. ഇത് എന്തു അത്, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. നല്ല ക്ലൂ ആയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ജയശ്രീ ജോണിന് ആദ്യത്തെ പോയിന്റ്, അജിത് രാജിന് ആദ്യത്തെ പോയിന്റ്, അതേപോലെ ശാന്തകുമാരിക്കും ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ജയശ്രീ ജോൺ, അജിത് രാജ്, ശാന്തകുമാരി എന്നിവർക്കാണ് ഈ ചോദ്യത്തിന് പോയിന്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ അശ്വതി പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിൻ, കലാദേവി സ്റ്റീഫൻ ഹോക്കിൻ പറഞ്ഞു, ശാല തോമസ് സ്റ്റീഫൻ ഹോക്കിൻ പറഞ്ഞു, സലീന സൈഫ് സ്റ്റീഫൻ ഹോക്കിൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വളരെ കറക്റ്റാണ്, സ്റ്റീഫൻ ഹോക്കിനാണ്. നെറ്റിന് നല്ല സ്പീഡ് ഉണ്ടല്ലോ എന്ന്. അതെ അതെ, നെറ്റിന് ഭയങ്കര സ്പീഡാണ്. ജയശ്രീക്കിലെ പറഞ്ഞപ്പോഴേക്കും ശ്രീദേവി നമ്പ്യാർ വായോ. ശ്രീദേവി നമ്പ്യാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ, ആള് പുലിയ. അപ്പോ സ്റ്റീഫൻ ഹോക്കിനാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അദ്ദേഹത്തിന് തള്ള മാത്രം കറക്റ്റ്. ശരിയാ. അജിത് രാജിനെ നമുക്ക് ഒറ്റയ്ക്കൊന്നും ഡീൽ ചെയ്യണം കേട്ടോ പവിത്ര, നമുക്ക് ശരിയാക്കണം. ശരിയല്ല, ഇതൊന്നും ശരിയല്ല. അപ്പോ നമ്മള് 2 ചോദ്യങ്ങൾ കഴിയുന്നതോടുകൂടി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഇദ്ദേഹം എല്ലാവരുടെയും ഇങ്ങനത്തെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളാവുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയെന്ന് തോന്നുന്നു. അല്ല, ഒട്ടും അധികം അറിയാത്ത ഫാക്റ്റുകൾ പറയുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ക്ലൂവിലൊന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ ക്ലൂ ആണ്, ഇവര് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സിസ്റ്ററിന് പഠിക്കാൻ വേണ്ടി, ചേച്ചിക്ക് മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ട് ഇവര് ഒരു വീട്ടിൽ ഗവർണസായി ജോലിക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ എന്താ പറയാ അങ്ങനത്തെ ഡെയിലി ജോബുകൾക്കൊക്കെ പോയിട്ടുണ്ട് ഇവര്. ഗവർണേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ, വീട്ടിൽ തങ്ങി നിന്ന് കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനത്തെ ജോലികൾക്കൊക്കെ ഇവര് പോയിട്ടുണ്ട്. ആദ്യത്തെ ക്ലൂ ആണ്. ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്, ശാസ്ത്രജ്ഞയെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ചേച്ചിയുടെ മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ട്, അവർ പാരീസിൽ പഠിക്കുകയായിരുന്നു ചേച്ചി, മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ട് ഇവര് ഒരു വീട്ടിൽ ഗവർണേഴ്സായി ജോലിക്ക് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലൂ പറയുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമോ എന്നറിയില്ല. രണ്ടാമത്തെ ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക്
ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ ഇവർ പഠിക്കാൻ പോയി ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ പലപ്പോഴും ക്ലാസ്സിൽ തല കറങ്ങി വീഴുമായിരുന്നു. പക്ഷെ എന്നിട്ടും അവർ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇവരായിരുന്നു ക്ലാസ്സിലെ ഫസ്റ്റ്. ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ പ്രധാനപ്പെട്ട ക്ലൂസ് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്നിട്ട് പോലും നിങ്ങളതൊക്കെ പറഞ്ഞു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മേരി ക്യൂറിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ക്ലൂ എന്തായിരുന്നു എന്നറിയോ? ഇവരുടെ നോട്ട്ബുക്കുകളൊക്കെ ഇപ്പോഴും റേഡിയോ ആക്റ്റീവാണ്. അതിപ്പോഴും ലെഡ് ലൈൻഡ് ബോക്സസിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം അതിപ്പോഴും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം അതിപ്പോഴും റേഡിയോ ആക്റ്റീവാണ്. അവർക്ക് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ വന്ന അവസാനമൊക്കെ ഭയങ്കര നരകിച്ചിട്ടാണ് അവർ മരിച്ചത്. അപ്പം മേരി ക്യൂറിയാണ് ഉത്തരം. അവരുടെ പിന്നെ പറയാനിരുന്ന ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അവരുടെ ഭർത്താവിന്, അവരുടെ മകൾക്ക്, അവരുടെ മകളുടെ ഭർത്താവിന് എല്ലാവർക്കും നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അടുത്ത ക്ലൂ ഞാൻ പറയാനിരുന്നത്. മെർക്കുറി അല്ല, മേരി ക്യൂരി. മെർക്കുറി ആണോ? കലാദേവി ചേച്ചിയുടെ ഇതിനു വേണ്ടി റിപ്ലൈ ചെയ്താണല്ലേ അത് കൊള്ളാം. അപ്പോൾ ബിനോ മാത്യു ആണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിനോ മാത്യു സ്കോർ ബോർഡിൽ കയറുകയാണ് ഒരു പോയിന്റോടുകൂടി. അടുത്തത് വൈശാഖ് ജയ് ഒരു പോയിന്റ് കിട്ടി. അടുത്ത അജിത് രാജിനും ഒരു പോയിന്റ് കിട്ടി. മേരി ക്യൂറിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പൊ ബിനോ മാത്യു, വൈശാഖ് ജയ്, അജിത് രാജ് എന്നിവർക്ക് ഓരോ പോയിന്റുകൾ കിട്ടിയിരിക്കുന്നു. അശ്വതി മേരി ക്യൂറി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 4ാമത്തെ ആളായിരുന്നു അശ്വതി. കുറച്ചും കൂടെ നെറ്റിന് സ്പീഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കോർ ബോർഡിൽ കയറിയാനേ തോന്നുന്നു. കലാദേവി മേരി ക്യൂറി പറഞ്ഞു. ശാന്തകുമാരി മേരി ക്യൂറി പറഞ്ഞു. ഷാലറ്റ് തോമസ് മേരി ക്യൂറി പറഞ്ഞു. സലീന സൈഫ് മേരി ക്യൂറി പറഞ്ഞു. ആൻസ് ഫിലിപ്പ് മാഡം ക്യൂറി പറഞ്ഞു. എനിക്ക് ഏറ്റവും ഈസി ക്ലൂ ഇവർ. ടെക്നിക്ക് പിടികിട്ടിയില്ലേ? ശരി, അതല്ല, ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മേരി ക്യൂറി മാത്രമേ ഉള്ളോ? ഞാൻ വേറെ സ്ത്രീ സയന്റിസ്റ്റുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ടെന്നാ. ആഹാ, അതാണ് ഏറ്റവും ഈസി ക്ലൂ ആയിരുന്നു എന്നല്ലേ? അതെന്തായാലും മേരി ക്യൂറി ഇല്ലാത്ത ഒരു സയന്റിസ്റ്റ് ക്വിസ് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും കോൺഗ്രസിലായിരുന്നോ ബന്ധുക്കൾക്കെല്ലാം നോബല്? ഓഹോ, അത് ശരി. അന്ന് എന്ത് ചെയ്യാൻ, അറിയാൻ പാടില്ല. ഞാൻ ചോദിച്ചു നോക്കാം കേട്ടോ, കോൺഗ്രസിലായിരുന്നോ ഒന്ന് മേരി ക്യൂരിയോട്. എന്തെങ്കിലും കാണുമ്പോൾ മുകളിലേക്ക് പോയി അവിടെ വെച്ച് കാണുമ്പോഴേ ചോദിച്ചു നോക്കാം, കോൺഗ്രസിലായിരുന്നോ, ബന്ധുക്കൾക്കൊക്കെ നോബലൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ അതാണ് മേരി ക്യൂരിയെ കുറിച്ചിട്ടുള്ള സംഭവം. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനുണ്ടല്ലോ ചെറുപ്പത്തില് ചെവി കേൾക്കില്ലായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ചെവി കേൾക്കായികയൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് കുറച്ചൊരു 10-11 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചെവി കേൾക്കില്ലായിരുന്നു. ഒരു ചെവി തീരെ കേൾക്കില്ലായിരുന്നു. ഭയങ്കര അടഞ്ഞ് വന്ന് പിന്നെ തീരെ കേൾക്കാണ്ടേ, ചെവി തീരെ കേൾക്കാതെ. അതേപോലെ തന്നെ ഇദ്ദേഹം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, ഇയാളിങ്ങനെ ചോദിക്കുമ്പോൾ ഇയാൾക്ക് ചെവി കേൾക്കില്ലല്ലോ. അപ്പം ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് ഇദ്ദേഹത്തെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ടീച്ചർമാരാണെങ്കിൽ സംശയം ചോദിക്കുന്ന കുട്ടികളല്ലെങ്കിലും ടീച്ചർമാർക്ക് ഇഷ്ടമല്ലല്ലോ. ഞാനും ടീച്ചർ ഫ്രട്ടേണിറ്റിയിൽ പെട്ട ഒരാളാണെങ്കിൽ കൂടെ നമുക്കറിയാം ടീച്ചർമാർക്ക് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊന്നും ടീച്ചർമാർക്ക് ഇഷ്ടമല്ലായിരുന്നു. ടീച്ചർമാരാണെങ്കിൽ ഇവനൊക്കെ എന്താവാനാ, ഇവന് വെറുതെ ചോദ്യം ചോദിച്ച് മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് വിടുമായിരുന്നു. അപ്പം ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പഠിച്ചിട്ടൊന്നുമില്ല. ശരിക്കുള്ള എഡ്യൂക്കേഷനൊന്നും കിട്ടിയിട്ടില്ല. ടീച്ചർമാർ പിടിച്ച് പുറത്താക്കുകയൊക്കെ ചെയ്തു സ്കൂളിൽ നിന്ന്. അപ്പോൾ ഓരോരുത്തർ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെവി കേൾക്കില്ലായിരുന്നു. യെസ് ഉത്തരങ്ങളൊക്കെ ശരിയാണ്. ചെവി കേൾക്കാത്ത ആള് പിന്നീട് വലിയൊരാളായി. അദ്ദേഹം ടെലിഗ്രാഫിലും ആള് വർക്ക് ചെയ്യാൻ തുടങ്ങി. ടെലിഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടെലിഗ്രാമൊക്കെ അടിക്കണ പോലത്തെ ഒരു പരിപാടിയാണ് പണ്ടത്തെ. അത് കുഴപ്പമില്ലല്ലോ, അടിച്ചാൽ മതിയല്ലോ. വായിച്ച് മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുക ദൂരേക്ക്.
അതായിരുന്നു ആളുടെ പണി. അങ്ങനെ ചെയ്ത് അദ്ദേഹം എന്തൊക്കെ കണ്ടുപിടിച്ചു? ബൾബ് കണ്ടുപിടിച്ചു, ഇലക്ട്രിക് ബൾബ്, ആദ്യത്തെ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. ആ ടീച്ചർമാര് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ആൾക്കാരൊക്കെ വലിയ ആൾക്കാരാ. അതെ, ആരാണ്ട് ഐസക് ന്യൂട്ടന്റെ ചോദ്യം ഞാൻ ചോദിക്കാം, ആയിട്ടില്ല. ഐസക് ന്യൂട്ടന്റെ ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷെ ഇപ്പൊ പറഞ്ഞു വരുന്നത് എഡിസനെ കുറിച്ചാണ്. ഐസക് ന്യൂട്ടന് ചെവിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്തരം ആദ്യം പറഞ്ഞത് വീണ്ടും ബിനോ മാത്യു ആണ്. ബിനോ മാത്യുവിന് നല്ല നെറ്റിന് സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചോദ്യം ക്ലൂവിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ക്ലൂ ആയപ്പോഴേക്കും പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അശ്വതി, യെസ് അശ്വതി, അച്ചുകുഞ്ഞൻ എഡിസൺ പറഞ്ഞു, ഗുഡ്. സ്കോർ ബോർഡിൽ കയറി. അജിത് രാജും എഡിസൺ പറഞ്ഞു. 3 പോയിന്റോടുകൂടി മുന്നിട്ട് നിൽക്കുന്നു അജിത് രാജ്. സെലീന സൈഫ് എഡിസൺ പറഞ്ഞു. ശാന്തകുമാരി തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, വെരി കറക്റ്റ്. ബിന്ദു എസ് നായർ തൊട്ടടയിൽ എഡിസൺ പറഞ്ഞു. കലാദേവി ഐസക് ന്യൂട്ടണിലേക്ക് പോയി. ഐസക് ന്യൂട്ടൺ അല്ല, ന്യൂട്ടന്റെ കഥ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറയാം. ബിനോ മാത്യു തോമസ് ആൽവ, അച്ഛന്റെ പേരും വീട്ടും പേരൊക്കെ പറയാൻ മറന്നുപോയി, കുറച്ച് വൈകിയാണ് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, ബിനോ മാത്യു സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട് കേട്ടോ. വൈശാഖ് ജെ എഡിസൺ, പേര് പെട്ടെന്ന് മറന്നുപോയി. എനിക്കും ആദ്യം ഓർമ്മ വന്നത് രമേശൻ നായിരുന്നു. നന്നായി, രമേശൻ നായരല്ല, എഡിസൺ ആണ് ഇവിടെ ഉത്തരം. അപ്പൊ തോമസ് ആൽവ എഡിസൺ ആണ്. തോമസ് ആൽവ എഡിസനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ബൾബൊക്കെ ഇൻവെന്റ് ചെയ്ത തോമസ് ആൽവ എഡിസനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് നമുക്ക് ആരെക്കുറിച്ച് പറയാം? ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. ഓക്കെ, അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. പെട്ടെന്ന് പേര് മറന്നു. മുർഷിദ പർവീൻ വായോ, ആൻസ് ഫിലിപ്പ് എഡിസൺ പറഞ്ഞു. പവിത്ര ഉണ്ണി മുർഷിദ പർവീനെ വിളിക്കേണ്ട, പർവീൻ വായോ. കലാദേവി പെട്ടെന്ന് പേര് മറന്നുപോയി. അതാണ് ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ അല്ലേ. കുഴപ്പമില്ല. ന്യൂട്ടന്റെ ചോദ്യം ഞാൻ തരാം കേട്ടോ. അപ്പൊ അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ഡോക്ടറെ കുറിച്ചാണ്. ഓക്കെ, അപ്പോ ഇദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. എന്തിനാ ഇവിടെ മന്തി ഉണ്ടോ? മന്തി കൊടുക്കുന്നുണ്ടോ? പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ മുർഷിദയുടെ പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ. നല്ല ചോദ്യങ്ങളും കുസൃതി ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ചിലതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എന്തുകൊണ്ടോ ഞാനൊക്കെ സ്കോർ ബോർഡിൽ കയറിയിട്ടോ. അലക്സാണ്ടർ ഫ്ലെമിങ് ഡോക്ടർ എത്തിയിട്ടുള്ളൂ. 1 മിനിറ്റ്. പലരും ഡോക്ടർമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലൂവിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പലർക്കും എന്ത് വേണമെങ്കിലും നമുക്ക് ആരൊക്കെ സ്കോർ ബോർഡിൽ കയറി. ഞാൻ വായിക്കാം കേട്ടോ. ഈ ചോദ്യം കഴിഞ്ഞിട്ട് അലക്സാണ്ടർ ഫ്ലെമിംഗ് അല്ല, ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അവൾ മറുപടി പറയുന്നു. അപ്പോൾ നമ്മളെന്താ പറഞ്ഞ, ഡോക്ടറായിരുന്നു, മെഡിക്കൽ ഡോക്ടറായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കയറി, IFS കയറി. ഓക്കെ, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിംഗ് അല്ല. പ്ലീസ് അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ വിട്. ഫ്ലെമിംഗ് അറിയാണ്ട് ഇത്തിരി പെൻസിലിൻ കണ്ടുപിടിച്ചതിന് അതും അബദ്ധമായിരുന്നു കേട്ടോ. അതൊക്കെ അറിയാലോ അല്ലേ. അതൊരു അബദ്ധം പറ്റിയതാണ് അദ്ദേഹത്തിന് പെൻസിലിൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കയറി. ഓക്കെ, അപ്പം ഡോക്ടറായിരുന്നു, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ കയറി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? ആദ്യത്തെ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബേർഡ് മൈഗ്രേഷൻ ഇൻ ഇന്ത്യ, അദ്ദേഹം പക്ഷികളുടെ പലായനത്തിനെ കുറിച്ച്, ഇന്ത്യയിലെ പക്ഷികളുടെ പലായനത്തിനെ കുറിച്ച് ആദ്യമായിട്ടുള്ള സയന്റിഫിക് സ്റ്റഡി നടത്തിയത് അദ്ദേഹമാണ്. അതായത് കുറേ പക്ഷികൾ ഭയങ്കര തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരില്ലേ. ചില സീസൺസിൽ അത് ഇങ്ങോട്ട് വരും, ചില സമയങ്ങളിൽ ഇവിടുത്തെ പക്ഷികൾ അങ്ങോട്ട് പോകും. അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആദ്യമായി നടത്തിയത് ഇദ്ദേഹമാണ്. പക്ഷി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലൂ വേണോ? ഇത് ആരും ഒന്നും പറയുന്നില്ലല്ലോ. പക്ഷി എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. അടുത്ത ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, ഫോൾ ഓഫ് എ സ്പാരോ. സ്വാമിനാഥൻ, MS സ്വാമിനാഥൻ പക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഫോൾ ഓഫ് എ സ്പാരോ ആണ്. ഫോൾ ഓഫ് എ സ്പാരോ എന്നാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. അപ്പോൾ ഫോൾ ഓഫ് എ സ്പാരോ
ഫോൾ ഓഫ് എ സ്പാരോ. യെസ് 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 ആവുന്നല്ല ആണ് സലീം അലിയാണ്, ഡോക്ടർ സലീം അലി. യെസ്. അപ്പം ജയശ്രീ ജോൺ സലീം അലി പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ് നേടിയിരിക്കുകയാണ്. വൈശാഖ് ജയ് സ്വാമിനാഥൻ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് പോയിന്റ് നേടിയിരിക്കുകയാണ്. ഞാൻ ഒരു പോയിന്റ് കുറയ്ക്കട്ടെ. MS സ്വാമിനാഥൻ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ സലീം അലി ബേർഡ് മാൻ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ബേർഡ് മാൻ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആൻസ് ഫിലിപ്പ് സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അതേപോലെ തന്നെ ബിനു മാത്യുവിന് അടുത്ത ഒരു പോയിന്റും കൂടെ നേടി, 3 പോയിന്റ് നേടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അജിത് രാജ് സലീം അലി പറഞ്ഞിട്ടുണ്ട്. ബിനു മാത്യുവിന്റെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സലീം അലി പാർക്ക് എന്നാണ് പറയുന്നത്, സലീം അലി ആവും. ജാഫർ മങ്കാട് ഡോക്ടർ സലീം അലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അശ്വതി അച്ചുകുഞ്ഞൻ സലീം അലി പറഞ്ഞിട്ടുണ്ട്. കലാദേവി സലീം അലി, സലീന സൈഫ്, വൈശാഖ് ജയ് പിന്നീട് ശരിയാക്കി, ശാന്തകുമാരി സലീം അലി പറഞ്ഞിട്ടുണ്ട്. വളരെ കറക്റ്റാണ് കേട്ടോ. ഡോക്ടർ സലീം അലിയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഞാനൊന്ന് സ്കോർ വായിക്കാം. അജിത് രാജും ബിനോ മാത്യുവും 3 പോയിന്റുകളോടുകൂടി മുൻനിരയിലുണ്ട്, ഫസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് വൈശാഖ് ജയും ജയശ്രീ ജോണും 2 പോയിന്റുകളോടുകൂടി തൊട്ടുപിറകെയുണ്ട്. പിന്നെ ഹാരിസ് വേമന, കലാദേവി, ശാന്തകുമാരി, അശ്വതി കൊച്ചുകുഞ്ഞ്, ആൻസ് ഫിലിപ്പ് എന്നിവർ ഓരോ പോയിന്റുകളോടുകൂടി തൊട്ടുപിറകിൽ തന്നെയുണ്ട്. സ്കോർ ബോർഡിൽ കയറാത്തവരൊന്നും വിഷമിക്കേണ്ട, എൻ്റെ നെറ്റിന്റെ പ്രശ്നമാവാം. നിങ്ങൾ അടുത്തതിന് കുറച്ച് വേഗം ഉത്തരം പറഞ്ഞാൽ മതി, കൃത്യമായ ഉത്തരം പറഞ്ഞാൽ മതി, സ്കോർ ബോർഡിൽ കയറാം. പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഡോക്ടർ സലീം അലി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അവർ എന്ന് പറഞ്ഞപ്പോൾ ആകെ ഞാൻ ഇവരെ കുറിച്ച് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട വൈശാഖ് ജയ്ക്ക് ഒരു അടി കൊടുക്കാനായി നമ്മൾ അടുത്ത അവരെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞാലോ. ഒരു സ്ത്രീയായിരുന്നു ഇവര്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. നേരിട്ട് പരിചയമില്ലെങ്കിലും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ക്ലൂ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. അല്ല, വേറെ ക്വസ്റ്റ്യൻ. ഞാനാണ് ആദ്യത്തെ ഇന്ത്യൻ വുമൺ. ശകുന്തള ദേവി. ചുമ്മാ ഒരു ഉത്തരം കിടക്കട്ടെ. അജിത് രാജിനെ ആരോ വിളിക്കുന്നു, പോയി നോക്കൂ. ഞങ്ങൾ അരമണിക്കൂർ മുന്നേ പുറപ്പെടാൻ ശ്രമിക്കാം. ശകുന്തള ദേവി ചുമ്മാ ഒരു ഉത്തരം പറഞ്ഞാന്ന്. അവരൊരു മാത്തമാറ്റീഷ്യനാണ്, സയന്റിസ്റ്റാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ശകുന്തള ദേവി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാത്തമാറ്റീഷ്യനാണ്. യെസ്. ആദ്യമായി കാർ ഓടിച്ച ഇന്ത്യൻ വനിതയാണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഡ്രൈവ് എ കാറാണ്. അസിമ ചാറ്റർജി അല്ല, അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അടുത്തത് ഇവര് ആസ്ട്രോഫിസിക്സിലാണ്. ആസ്ട്രോഫിസിക്സിൽ PhD നേടിയിട്ടുണ്ട്. കേംബ്രിഡ്ജിൽ നിന്ന് ആസ്ട്രോഫിസിക്സിൽ നിന്ന് PhD നേടിയിട്ടുണ്ട്. 1949 ആസ്ട്രോഫിസിക്സിൽ PhD നേടിയിട്ടുണ്ട്. അസിമ ചാറ്റർജി മറ്റേ ഇതാണ്, മറ്റേ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലേ. അവർ ഗ്ലൂക്കോസിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇവർ ആസ്ട്രോഫിസിക്സിൽ ഇത് നേടിയിട്ടുണ്ട്. വന്ദി വർമ്മ അല്ല. ഐ എം സോറി, ഇവരൊരു
അല്ല, ഞാൻ പറഞ്ഞു വന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, സോറി. ഞാൻ ആ ക്വസ്റ്റ്യൻ വേണ്ടെന്ന് വെക്കുകയാണ്. കാരണം അതിന് ഉത്തരം ചന്ദ്രശേഖറാണ്. ശരിക്കും സലീം അലി, അന്നപൂർണി അല്ല, വന്ദിവർമ്മ അല്ല, അതല്ല. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഐ എം സോറി. അത് എന്നെ AI ചതിച്ചതാണ് സത്യത്തിൽ. അതായത് സുബ്രഹ്മണ്യം ചന്ദ്രശേഖറാണ് ഉത്തരം. കാരണം ചന്ദ്രശേഖർ പക്ഷെ ആണാണല്ലോ, അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചന്ദ്രശേഖറിൻ്റെ ക്വസ്റ്റ്യനാണ്. പക്ഷേ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ എന്നൊരു ക്ലൂവും കൂടെ തന്നു. AI എന്നെ ചതിച്ചതാണ് സുഹൃത്തുക്കളെ, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം സോറി വന്ദിവർമ്മയല്ല, സോറി. അടുത്ത ചോദ്യം സോറി പ്രിയമ്പതയല്ല. അടുത്ത ചോദ്യം, മദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. മദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി അല്ലെങ്കിൽ ഷുഗർ കെയിൻ ക്വീൻ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. മദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി അല്ലെങ്കിൽ ഷുഗർ കെയിൻ ക്വീൻ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇതാണ് 2 ക്ലൂ. സ്ത്രീയാണ്. മിക്സ്ഡ് അപ്പ്, യെസ് മിക്സ്ഡ് അപ്പ് ആയി, സോറി. അത് AIക്ക് പറ്റിയതാണ്. ഞാനാണെങ്കിൽ അതിൽ വീണുപോയി. സുസൈൻ അല്ല. മദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി ആൻഡ് ഷുഗർ കെയിൻ ക്വീൻ എന്നറിയപ്പെടുന്നത് ഇവരാണ്. അതായത് ബ്രീഡിങ് വെച്ചിട്ട് ഷുഗർ കെയിൻ്റെ ഈൽഡ് കൂട്ടാൻ പറ്റും. ഷുഗർ കെയിൻ്റെ അതെ ആരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. ഷുഗർ കെയിൻ്റെ ഇത് കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, ഉൽപാദനം കൂട്ടാൻ പറ്റും എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് ഇവരാണ്. ഇവര് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് എ PhD ഇൻ സയൻസ് ഫ്രം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. 1944 PhD നേടിയ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടിയ ആദ്യത്തെ. എൻ്റെ അമ്മേ, ഞാൻ ഗൂഗിൾ ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചു. പക്ഷെ പറയാൻ എൻ്റെ സാമൂഹ്യ ബോധം അനുവദിക്കുന്നില്ല. പറഞ്ഞോ, എല്ലാവരും ഗൂഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഉത്തരം പറയുന്നത്. സുസൈൻ ടാറ്റ അല്ല. ഓർഗാനിക് കെമിസ്ട്രിയാണ് ഇവർ പഠിച്ചത്. പക്ഷെ പിന്നീട് ബോട്ടണി, സൈറ്റോജനറ്റിക്സിലേക്കൊക്കെ ഇവർ മാറി. മദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി, ഷുഗർ കെയിൻ ക്വീൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടാവും. ജാനകി അമ്മാളാണ് ഉത്തരം കേട്ടോ. ജാനകി അമ്മാളാണ് ഉത്തരം. ജാനകി പറഞ്ഞവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം അജിത് രാജ് ജാനകി പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 പോയിന്റായി അജിത് രാജിന്. അടുത്തത് വൈശാഖ് ജയ് കാക്കാട്ട് ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. അതിന് 3 പോയിന്റായി വൈശാഖ് ജയ്ക്ക്. ശാന്തകുമാരി ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 പോയിന്റ് ശാന്തകുമാരിക്കും കിട്ടി. അപ്പോൾ 2 പോയിന്റായി ഇപ്പോൾ ശാന്തകുമാരിക്ക്. സേല യാസർ ജാനകി അമ്മാൾ പറഞ്ഞിട്ടുണ്ട്. സലീന സൈഫ് ജാനകി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കലാദേവി ജാനകി അമ്മാൾ പറഞ്ഞിട്ടുണ്ട്. അശ്വതി അച്ചുകുഞ്ഞൻ കാക്കൂട്ട് ജാനകി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിനോ മാത്യു ജാനകി പറഞ്ഞിട്ടുണ്ട്. ശാല തോമസ് കാക്കാട്ട് ജാനകി അമ്മാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ EK ജാനകി അമ്മാൾ, യെസ്. ബിന്ദു S നായർ. എന്താ പുതിയ ശീലങ്ങളൊക്കെയെന്ന്. മറ്റേ ബോധമില്ലാത്ത സ്ഥിതിക്ക് ഇച്ചിരി സാമൂഹ്യ ബോധം ഉള്ളത് നല്ലതാണ്. ബോധവും ഇല്ല, സാമൂഹ്യ ബോധമെങ്കിലും ഉണ്ടാവട്ടെ എന്നല്ലേ. അപ്പോൾ ജാനകി അമ്മാളാണ് കൃത്യമായിട്ടുള്ള ഉത്തരം കേട്ടോ. അപ്പോൾ ജാനകി അമ്മാളാണ് മദർ ഓഫ് ഇന്ത്യൻ ബോട്ടണി എന്ന് നമ്മൾ പറയുന്നത്, ഷുഗർ കെയിൻ ക്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ മദറിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇത്തിരി ഫാദറിനെ കുറിച്ചും പറഞ്ഞാലോ. അപ്പോൾ അടുത്ത ചോദ്യം ഫാദറിനെ കുറിച്ചാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. ഭയങ്കര സിമ്പിളാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. അത് ഭയങ്കര ക്ലൂ ആയിപ്പോയി. എന്തായാലും കിട്ടും. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. അടുത്ത ചോദ്യം, ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. അപ്പോൾ മദറിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഫാദറിനെ വിടാൻ പറ്റില്ലല്ലോ. ഫാദർ വേണമല്ലോ മദർ ആവണമെങ്കിൽ. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി ആരാണ്? ഫാദർ ഓഫ് ഇന്ത്യൻ. കറക്റ്റ് ആദ്യം പറഞ്ഞത് ഞാനാണ്. കലാദേവിയോ? നോക്കട്ടെ. കലാദേവി. ഇല്ല, എനിക്ക് അജിത് രാജിന്റെ ഉത്തരമാണ് കറക്റ്റ് ആദ്യം വന്നിട്ടുള്ളത്. കലാദേവി ജാനകി അമ്മാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാനകി അമ്മാൾ
ബർഗൻ ചെയ്യരുത് തലശ്ശേരി, റോക്സ്ബർഗ്, പ്രഫുല്ലചന്ദ്ര, യെസ്. W കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്. അപ്പോ ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നാണ് ചോദിക്കുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ തരണേ. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, അദ്ദേഹം മെർക്കുറസ് നൈട്രേറ്റ് കണ്ടുപിടിച്ച ആളാണ്. മെർക്കുറസ് നൈട്രേറ്റ് റേ കൂടി ആഡ് ചെയ്യേ. പ്രഫുല്ല ചന്ദ്രയൊക്കെ വരെ എത്തിയിട്ടുള്ളൂ. ഇവരൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു തോന്നുന്നു. ഫുൾ നെയിം ഒന്നും പറയില്ല. എടാ പ്രഫു എന്നൊക്കെ വിളിക്കുള്ളൂ, പ്രഫുല്ല. എടാ ചന്ദ്ര എന്നൊക്കെ വിളിക്കുള്ളൂ എന്ന് തോന്നുന്നു. പ്രഫുല്ല ചന്ദ്ര റേ എന്ന് വിളിക്കില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, മെർക്കുറസ് നൈട്രേറ്റ് കണ്ടുപിടിച്ച അദ്ദേഹം, ആദ്യത്തെ ഇന്ത്യൻ ഫാർമ കമ്പനി കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസിലെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ അദ്ദേഹമാണ് പ്രഫുല്ല ചന്ദ്ര റേ. ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ എന്നാണ് ഉത്തരം. അതിൽ പ്രഫുല്ല ചന്ദ്ര വരെ കൊടുത്തവർക്ക് തരണോ? പ്രഫുല്ല ചന്ദ്ര റേ തന്നവർക്ക് നമുക്ക് കൊടുക്കാം അല്ലേ? അപ്പൊ ആദ്യത്തെ ഉത്തരം പറഞ്ഞത് റോക്സ്ബർഗ്. പ്രഫുല്ല ചന്ദ്ര എന്ന് സഹല യാസർ പറഞ്ഞിട്ടുണ്ട്. കൊടുത്താലോ എന്നാ? പ്രഫുല്ല ചന്ദ്രയ്ക്ക് സഹല യാസറും അജിത് രാജും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്ദു എസ് നായർ കൃത്യമായിട്ട് ആചാര്യ പ്രഫുല്ല ചന്ദ്ര റേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സഹല യാസറിനും ഒരു പോയിന്റ്, അജിത് രാജിന് ഒരു പോയിന്റ്. അപ്പൊ അജിത് രാജിന് 5 പോയിന്റോടുകൂടി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ക്വിസ് നടത്തിയാൽ അജിത് രാജാണ് വിന്നർന്ന് തോന്നുന്നു. പിന്നെ ബിന്ദു എസ് നായർക്ക് ഒരു പോയിന്റ്. പിന്നെ കലാദേവി പ്രഫുല്ല ചന്ദ്ര പറഞ്ഞു. ബിനോ മാത്യു പ്രഫുല്ല ചുറായോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തപ്പോ ഉള്ള സ്പെല്ലിംഗ് എററാന്ന് തോന്നുന്നു. ശാന്തകുമാരി പ്രഫുല്ല ചന്ദ്രൻ പറഞ്ഞു. റേ കൂടെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ചന്ദ്ര റായ്, പ്രഫുല്ല ചന്ദ്ര എഡിസൺ വരെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി റൂള് വെക്ക്, ഫുൾ പറയണം എന്ന്. ജാനകി എന്ന് മാത്രം പറഞ്ഞപ്പോൾ പോയിന്റ് കൊടുത്തതല്ലേ, അപ്പൊ പ്രഫുല്ല എന്ന് പറഞ്ഞാലും കൊടുക്കണം. അത് ശരിയാ, അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അജിത് രാജ് ക്വിസ് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്താൽ മതി. തരാം. അപ്പൊ ഞാൻ തരുവാണേ. അപ്പൊ ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിന്ദുവിനും സഹലയ്ക്കും അജിത് രാജിനും ഞാൻ ഓരോ പോയിന്റ് വീതം, പ്രഫുല്ല ചന്ദ്രയ്ക്കും പ്രഫുല്ല ചന്ദ്ര റായിക്കും ആചാര്യ പ്രഫുല്ല ചന്ദ്ര റായിക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അപ്പൊ കഷ്ണങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്രഫുല്ല ചന്ദ്ര റായുമായി നമ്മൾ ഫാദറിനെയും തേടി മദറും കിട്ടി. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ചോദ്യമാണ്, ഇന്ത്യക്കാരെ കുറിച്ച് കുറച്ച് പറഞ്ഞില്ലേ, കുറച്ച് ഇന്ത്യക്കാരൻ തന്നെ ആവാം അല്ലെ. അടുത്തതും ഇന്ത്യക്കാരനെ കുറിച്ച് തന്നെ പറയാം. ഇദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, അല്ലെങ്കിൽ ഫുൾ നെയിം വേണമെന്ന് നിയമമാക്കാം. ഓക്കെ, ഫുള്ള് പറയണം കേട്ടോ. അതായത് ഫുൾ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ അതൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ത്യൻ പ്രതിരോധ സേന വരെ സമ്മതിച്ചു. അതെന്നെ, അതെ, ഡിഫൻസ് വരെ പറഞ്ഞു. അതെ, അതുകൊണ്ട് നമുക്ക് ഫുൾ നെയിം വേണമെന്ന് നിയമമാക്കാം. അപ്പൊ ഫുൾ നെയിം ഇപ്പൊ വൈശാഖ് ജയ് എന്നുള്ളതിന് വൈശാഖ് മാത്രം പറഞ്ഞാൽ കാര്യമില്ല, ജയ്യും കൂടെ പറയണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഡോക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ എന്നൊന്നും പറയണമെന്നില്ല. അഴിമതി, സ്വജനപക്ഷപാതം, ഫുൾ നെയിം ഒക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ലേറ്റ് ആകും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതായത് ഇപ്പൊ ഒരാളുടെ പേരുണ്ടെങ്കിൽ ഇപ്പോ പ്രഫുല്ല ചന്ദ്ര റായി, പ്രഫുല്ല ചന്ദ്ര വരെ ഓക്കെയാണ്. പ്രഫുല്ല മാത്രം ഒക്കെ ആണെങ്കിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആരെങ്കിലും കുറച്ച് നെറ്റും ലേശം കരണ്ടും തരാമോ? ശാല തോമസിന് ഇപ്പൊ തരാട്ടോ, ഇപ്പൊ ശരിയാക്കി തരാം. അപ്പോ അടുത്ത സയന്റിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, പക്ഷെ പിന്നീട് സ്പേസ് റിസർച്ചിലേക്ക് സ്വിച്ച് ചെയ്തു. സിവിൽ എഞ്ചിനീയർ ആണ് ബേസിക്കലി, പക്ഷെ സ്പേസ് റിസർച്ചിലേക്ക് സ്വിച്ച് ചെയ്തു. ഇദ്ദേഹമാണ് ഇന്ത്യൻ ഗവൺമെന്റിനോട്, വിശ്വേശ്വരയ്യ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, സിവിൽ എഞ്ചിനീയർ ആയിട്ട് തന്നെയാണ് ജീവിതകാലം മുഴുവൻ നീക്കിയത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് എഞ്ചിനീയേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരാളല്ല, ഇദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആണെന്ന് കുറച്ചു പേർക്ക് അറിയേണ്ടേ ഉള്ളൂ.
കിട്ടിയത് ഇവിടെ വീതിച്ച് ഞങ്ങൾക്കും തരണേത്. അപ്പോൾ ഇദ്ദേഹം ആണ് ഗവൺമെന്റിനോട്, വിശ്വേശ്വരയ്യ അല്ല, സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, സ്പേസ് റിസർച്ചിലേക്ക് ഇയാള് കൂടുമാറി, അതായത് സ്വിച്ച് ചെയ്തു, സ്പേസ് റിസർച്ചിലേക്ക് സ്വിച്ച് ചെയ്ത ആളാണ്. പിന്നെ പറയാനുള്ളത്, ഇദ്ദേഹമാണ് ഇന്ത്യൻ ഗവൺമെന്റിനോട് ഒരു സ്പേസ് പ്രോഗ്രാം നമുക്ക് തുടങ്ങണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ ഒരാൾ. ഓക്കെ, സ്പേസ് റിസർച്ച് തുടങ്ങണം എന്ന് പറഞ്ഞ ആളാണ്. 1962 നമുക്ക് വേണം ഒരു സ്പേസ് പ്രോഗ്രാം, നമുക്കും വേണം, നമുക്കും മിസൈൽ അയക്കണം, നമുക്കും സ്പേസ് ഷിപ്പൊക്കെ അയക്കണം എന്ന് പറഞ്ഞ് സ്പേസ് റിസർച്ച് തുടങ്ങണം എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ കൺവിൻസ് ചെയ്ത ആളാണ് ഇദ്ദേഹം. അബ്ദുൾ കലാം എന്ന് വളരെ ജൂനിയറാണ്. 1962 ഇദ്ദേഹമാണ് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഒരു ചർച്ച് ബിൽഡിങ്ങിൽ തുടങ്ങിയത്. ആര്യഭട്ടയിലേക്ക് പോണ്ട, കുറച്ചും കിടുക. 1962 ഇദ്ദേഹമാണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ടേൾസ് എന്ന് പറയുന്ന തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ കേരളത്തിൽ ഒരു ചർച്ചിലാണ് അത് ആദ്യം തുടങ്ങിയത്. അതറിയാലോ, നമ്മളെല്ലാവരും സൈക്കിളിന് ഇത് റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ ആദ്യത്തെ. യെസ്. അപ്പോൾ അദ്ദേഹം സിവിൽ എഞ്ചിനീയർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് വിശ്വേശ്വരയ്യയിലേക്ക് പോയി. പക്ഷെ വിശ്വേശ്വരയ്യ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീട് സ്പേസ് റിസർച്ചിലേക്ക് വന്നു എന്നും ഇദ്ദേഹമാണ് ആദ്യമായി സ്പേസ് പ്രോഗ്രാം തുടങ്ങാൻ ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത് എന്നും. യെസ്. വിക്രം സാരാഭായ്, ഡോക്ടർ വിക്രം സാരാഭായ് ആണ്. ഡോക്ടർ ആര്യഭട്ടല്ല, ഡോക്ടർ വിക്രം സാരാഭായ് ആണ് സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് കുറെ പേര് ആദ്യം വിശ്വേശ്വരയ്യ പറഞ്ഞു, വൈശാഖ്, പിന്നെ സെഹല വിശ്വേശ്വരയ്യ പറഞ്ഞു, ഡോക്ടർ അബ്ദുൾ കലാം എന്ന് ശാന്തകുമാരി പറഞ്ഞു, ബിന്ദു എസ് നായർ വിശ്വേശ്വരയ്യ പറഞ്ഞു. വൈശാഖ് ജയാണ് ആദ്യമായി വിക്രം സാരാഭായിലേക്ക് വന്നത്. വിക്രം സാരാഭായ് കൃത്യമായ ഉത്തരാണ്. അജിത് രാജും വിക്രം സാരാഭായ് പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. ബിനോ മാത്യു വിക്കും സാരാഭായിക്ക് വിക്ക് ഉണ്ടായിരുന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല, അപ്പൊ അത് തരാൻ പറ്റില്ല കേട്ടോ. ഷാലറ്റ് തോമസ് വിക്രം സാരാഭായ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷാലറ്റ് തോമസ് സ്കോർ ബോർഡിൽ കയറിയിരിക്കുകയാണ് കേട്ടോ, ഒരു പോയിന്റോടുകൂടി. കലാദേവി ഡോക്ടർ ആര്യഭട്ട് പറഞ്ഞിട്ടുണ്ട്. വിക്രം സാരാഭായ് ആണ് ഉത്തരം. ബിന്ദു വിക്രം സാരാഭായ് പറഞ്ഞിട്ടുണ്ട്. അശ്വതി വിക്രം സാരാഭായ് പറഞ്ഞിട്ടുണ്ട്. കലാദേവി വിക്രം സാരാഭായ് പറഞ്ഞു. വിക്രം താരാഭായോ, ഇതെന്താ താരമാണോ? വിക്രം സാരാഭായ് സെഹല പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ജോൺ താരാഭായ് അല്ല സാരാഭായ് ആണ്, അദ്ദേഹം തന്നെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. താരയല്ല റസിയ. വൈശാഖ് അതിന് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടൈപ്പോ എറാണ് മനസ്സിലായി ബിനോ മാത്യു, അല്ലാണ്ട് സാരാഭായിക്ക് വിക്കുണ്ടതായിട്ട് നമുക്ക് ആർക്കും അറിയില്ല. വൈശാഖ് ജയ് അത് കഴിഞ്ഞ് ഞാൻ തിരുത്തിയിട്ടുണ്ട്. അതെ തിരുത്തിയിട്ടുണ്ട്. ജയശ്രീ ജോൺ നല്ലൊരു തിരുത്തൽവാദിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടുമുണ്ട്, സാരാഭായി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാലറ്റ് തോമസ്, അജിത് രാജ്, വൈശാഖ് ജയ്, വിൽക്കാതെ പറഞ്ഞോളൂ. അപ്പോൾ വൈശാഖ് ജയ്, അജിത് രാജ്, ഷാലറ്റ് തോമസ് എന്നിവർക്ക് ഓരോ പോയിന്റുകൾ. വെറുതെ ഇരുന്നോ, മുരളിയുടെ വിധി ആകോ ഒടുവില് താരാബായില്. അപ്പോൾ മൂഡ് പോയി. വേണ്ട കുഴപ്പമില്ല, ശരിയാക്കാം. നമുക്കൊക്കെ സെറ്റാക്കാം. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി ബിനോ മാത്യു, അപ്പം ശരിയാവും. അതിനിവിടെ പ്രസക്തി ഇല്ല എന്നല്ലേ. വിക്രം താരാഭായി എന്ന് പറഞ്ഞ് സാരാഭായി ആയിട്ട് തിരുത്തിയതിന് ഇവിടെ പ്രസക്തി ഇല്ല എന്നല്ലേ. ശരി, അപ്പോൾ നമ്മളെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. 12:43 അയ്യോ, കളിച്ച് സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവരും ഭയങ്കര എൻഗേജിങ് ആട്ടോ. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കും. അപ്പോൾ നമുക്കൊന്ന് സ്കോർ ഒന്ന് നോക്കിയിട്ട് വരാം. കാരണം അജിത് രാജ് ഇവിടെ കരകവിഞ്ഞ് ഒഴുകുകയാണ് സ്കോർ. അജിത് രാജിന് 6 പോയിന്റുകളോടുകൂടി അജിത് രാജ് വളരെ മുന്നിൽ തന്നെയുണ്ട്. തൊട്ടു പിന്നാലെ വൈശാഖ് ജയ് ഉണ്ട് 4 പോയിന്റുകളോടുകൂടി. ബിനോ മാത്യുവിന് 3 പോയിന്റ്, ജയശ്രീ ജോണിനും ശാന്തകുമാരിക്കും 2 പോയിന്റ്, പിന്നെ ഹാരിസ് മേമന, കലാദേവി, അശ്വതി, ആൻസ് ഫിലിപ്പ്, സെഹല യാസർ, ബിന്ദു നായർ, ഷാലറ്റ് തോമസ് എന്നിവർക്ക് ഓരോ പോയിന്റുകൾ വീതം.
റംസീന നാസർ ഹായ്. മെയ് മാസം നട്ടുച്ചയ്ക്ക് നല്ല മഴയും തണുപ്പും. അതെ, ഇന്ന് കുറുക്കന്റെ കല്യാണം തോന്നുന്നുണ്ട്. മഴയും തണുപ്പും ഒക്കെപ്പാടെ വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ വിക്കിക്കോളാൻ. ഇംഗ്ലീഷിൽ വിക്കിക്കോ, അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ വിക്രം സാരാഭായി കൂടെ കഴിയുന്നതോടുകൂടി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം എന്താ ആദ്യത്തെ ക്ലൂ തരിക? ഇദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു. ഓക്കെ, ഗാന്ധിയൻ, എപ്പോഴും ഖാദി മാത്രം ഉടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരു ഗാന്ധിയനായിരുന്നു. ഓക്കെ, ഖാദി മാത്രം ഉടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരു ഗാന്ധിയൻ സയന്റിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഗാന്ധിയൻ സയന്റിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഇന്ത്യൻ സയന്റിസ്റ്റാണ് ഇദ്ദേഹം. അത് ഭയങ്കര ക്ലൂ ആവും. ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ വിൽക്കുന്നതിലൊരു സ്റ്റൈൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ക്ലൂ ആണ്, ഇദ്ദേഹം ഒരു ഗാന്ധിയൻ സയന്റിസ്റ്റ് ആയിരുന്നു. ഗാന്ധിയൻ സയന്റിസ്റ്റ് ആയിരുന്നു എന്നത് കൂടാതെ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത്? കടലെങ്ങനെ മഴ എന്നും ഇടരുത്, ഇവിടെ ചൂടാണെന്ന്. അത് ശരി. കടലെങ്ങനെ നീല നിറത്തിൽ, കടലിന് നീല നിറം വന്നത് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച ലൈറ്റാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള മേഖല. ഓക്കെ, ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ലൈറ്റാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ മേഖല എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് കടൽ നീല നിറത്തിലാവുന്നത് എങ്ങനെ എന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ ഖാദിയാണ് എപ്പോഴും ഉടുത്തിരുന്നത്. ഗാന്ധിയനാണ്, ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് കണ്ടുപിടിച്ചതാണ് കടൽ എങ്ങനെ നീല നിറത്തിൽ ആവുന്നു. യെല്ലപ്രകാത സുബ്ബറാവു അല്ല. ഇത് വളരെ സിമ്പിളായിട്ടുള്ള MS സ്വാമിനാഥൻ അല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരാളാണ്. അടുത്തത് ഇദ്ദേഹത്തിന് 1929 നൈറ്റ് പദവി കൊടുത്തു. യെസ് ഉത്തരങ്ങൾ വരുന്നുണ്ട്. നൈറ്റ് പദവി കൊടുത്തു. നൈറ്റ് പദവി, സർ പദവി ഇല്ലേ, അത് കൊടുത്തു. പക്ഷെ ഇദ്ദേഹം 1930 ആയപ്പോൾ എനിക്കത് വേണ്ട, തിരിച്ചെടുത്തോന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് തന്നെ അത് തിരിച്ചു കൊടുത്തു. നൈറ്റ് പദവി കൊടുത്തിട്ട് അദ്ദേഹം അത് തിരിച്ചു കൊടുത്തു. ഓക്കെ, വിക്രം സാരാഭായി എല്ലാവരും കൂടെ വിറ്റോ? അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. CV രാമനാണ് ഉത്തരം. പിന്നെ ഇദ്ദേഹമാണ് ആദ്യത്തെ നോൺ വൈറ്റ് ഫസ്റ്റ് ഏഷ്യൻ ടു വിൻ ദ നോബൽ പ്രൈസ്. സയൻസിൽ ഒരു ബ്രാഞ്ചിൽ ആദ്യമായി നോബൽ പ്രൈസ് കിട്ടിയ ആദ്യത്തെ നോൺ വൈറ്റ് ഏഷ്യൻ ആണ് അദ്ദേഹം. നോൺ വൈറ്റ് ആണ്, ഫസ്റ്റ് ഏഷ്യൻ ആണ് അദ്ദേഹം. CV രാമനാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അടുത്തതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഫെബ്രുവരി 28 ഇദ്ദേഹത്തിന്റെ മെമ്മറിക്കാണ് നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത്. അപ്പോൾ CV രാമനാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പോൾ CV രാമൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ആദ്യം ശുഭറാവും പിന്നെ MS സ്വാമിനാഥനൊക്കെ വന്നു. പക്ഷെ അജിത് രാജ് CV രാമനിലേക്ക് പെട്ടെന്ന് ഏത് ക്ലൂല അജിത് രാജൻ CV രാമൻ കിട്ടിയ കടല് നീലയാണെന്ന് പറഞ്ഞത് CV രാമൻ കിട്ടിയിട്ടുണ്ടോ? ജയശ്രീ ജോൺ ഒരു പോയിന്റ് കൂടെ നേടിയിട്ടുണ്ട്. 3 പോയിന്റായി ഇപ്പൊ ജയശ്രീ ജോണിന്. അശ്വതിക്ക് 2ാമത്തെ പോയിന്റും കൂടെ നേടിയിട്ടുണ്ട്. അപ്പൊ അജിത് രാജ്, ജയശ്രീ, അശ്വതി എന്നിവര് ഓരോ പോയിന്റുകൾ നേടി. CV രാമനെ തൂക്കി ചുവന്ന കരങ്ങളാലേ തൂക്കി. അപ്പൊ നിങ്ങൾ CV രാമൻ എന്ന ഉത്തരവുമായി ഈ റൗണ്ട് തൂക്കി. ആൻസ് ഫിലിപ്പ് CV രാമൻ, ബിനോ മാത്യു CV രാമൻ, കലാദേവി CV രാമൻ, അജിത് രാജ് രാമൻ ഇഫക്റ്റ് ആണ്. അതൊരു തമാശയുണ്ട്. CV രാമൻ തികച്ച ഗാന്ധിയനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആൽക്കഹോൾ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഈ രാമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചം ആൽക്കഹോളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്പേർഷനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ രാമൻ ഇഫക്റ്റ് പറയുന്നത്. അപ്പോൾ അതില് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ഇതിൽ പോയി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് വെള്ളമടിക്കാൻ പറയും, ഈ ആൽക്കഹോൾ കഴിക്കാൻ പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ആൽക്കഹോളിലുള്ള രാമൻ ഇഫക്റ്റാണ് കണ്ടുപിടിച്ചത്, അല്ലാതെ രാമനിലുള്ള ആൽക്കഹോൾ ഇഫക്റ്റ് അല്ല. രാമനിലുള്ള ആൽക്കഹോൾ ഇഫക്റ്റ് അല്ല, ആൽക്കഹോളിലുള്ള രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിനാണ് എനിക്ക് നോബൽ കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ അത് വളരെ തമാശയുള്ള ഒരു കോട്ടാണ്. അപ്പം രാമൻ ഇഫക്റ്റ് ആണത്. ശുഭറാവു അല്ല, CV രാമനാണ് ശരിയായ ഉത്തരം. വൈശാഖ് ജയ്, ശാന്തകുമാരി ശുഭറാവു അല്ല കേട്ടോ. ബിന്ദു CV രാമനാണ്.
റംസീന സി വി രാമൻ, ശാല തോമസ് സി വി രാമൻ, ബിനോ മാത്യു സർ സി വി രാമൻ, അദ്ദേഹമാണ് നമ്മുടെ ഹീറോ. മഴയാണ്. അജിത് രാജ്, താങ്കൾ ഇന്നും ഗൂഗിൾ ഓണാക്കി അല്ലേ? യെസ്, ഗൂഗിൾ വൈഫൈ ഗൂഗിള് അവിടെ ഓണാണെന്ന് തോന്നുന്നുണ്ട്. വൈഫ് എടുത്തുണ്ട് കേട്ടോ. അജിത് രാജിന്റെ വൈഫ് അടിപൊളിയാന്ന് തോന്നുന്നുണ്ട്. ആളെയും കൂടി ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക. ഈ അജിത് രാജൊക്കെ പോവും, ആ വഴിക്ക് പോവും. അപ്പോ സി വി രാമനുമായിട്ട് നമ്മളപ്പോ അടുത്ത ഇത് കഴിഞ്ഞു കേട്ടോ. അടുത്തത് വീണ്ടും നമുക്കൊരു ഇന്ത്യക്കാരനെ തന്നെ പിടിച്ചാലോ? നമ്മൾ ഇന്ത്യക്കാരല്ലേ, ഇന്ത്യയിൽ സയന്റിസ്റ്റുകളൊന്നും ഇല്ല എന്ന് പറയുന്ന യുവതലമുറയ്ക്കായി നമുക്ക് ഇന്ത്യക്കാരെ കുറച്ചും കൂടെ ഡെഡിക്കേറ്റ് ചെയ്താലോ? അപ്പൊ അടുത്തത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്ലൂ തരാം. ഇന്ത്യക്കാർ യു ക്രൂവൽ, യു ചീറ്റ്. മഴയൊന്നും മിണ്ടരുത്, ഇവിടെ ചൂടാണത്. പവിത്ര ഉണ്ണി, ഇവിടെ മഴ പെയ്തൊരു രക്ഷയില്ല. ജൂൺ 1 പെയ്യേണ്ട മഴയൊക്കെ ഇപ്പൊ തന്നെ പെയ്യാണ്. അപ്പോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇദ്ദേഹമാണ് ചെടികൾക്കും ജീവനുണ്ട് എന്ന് കണ്ടുപിടിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ജനിച്ചത് അതായത് അൺഡിവൈഡഡ് ബംഗ്ലാദേശിലാണെങ്കിലും ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഭാഗത്തിലാണ് അദ്ദേഹം ജനിച്ചത് ശരിക്കും. പക്ഷെ ശരിക്കും ഇന്ത്യക്കാരനായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ പറയുക. കാരണം അദ്ദേഹം പഠിച്ചതൊക്കെ കൊൽക്കട്ടയിലാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യക്കാരൻ തന്നെയാണ്. അന്ന് ജനിക്കുമ്പോൾ അത് ഇന്ത്യയിലെ ഭാഗം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ജനിച്ച ഭാഗം ബംഗ്ലാദേശിന്റെ ഭാഗമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ആണ് കണ്ടുപിടിച്ചത് എന്ത്? ചെടികൾക്ക് ജീവനുണ്ടോ? ചെടികൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. പറയൂ പറയൂ പറയൂ. നിങ്ങൾ അവിടെ തല്ലുകൂടാണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കേ. എവരിബഡി ലിസൺ ഹിയർ, ലിസൺ ഹിയർ. ബിനോ മാത്യു, ഒന്ന് ഫുൾ നെയിം പറയൂ. എനിക്കറിയാം നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ഫുൾ നെയിം പറയൂ, ഫുൾ നെയിം പറയൂ. യെസ് 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 എല്ലാവരും പറയുന്നുണ്ട്. ഉത്തരം പറയട്ടെ. ജയശ്രീ ജോൺ, ഞാൻ ക്ലാസ്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കണ്ട. ഇത് എന്താണെന്ന് നോക്കണേ. ഭയങ്കര അടിയാ അവിടെ. JD ബോസോ, JC ബോസാണ് ഉത്തരം. സർ JC ബോസാണ്. സർ ജഗദീഷ് ചന്ദ്ര ബോസാണ് ഉത്തരം. ജഗദീഷ് ചന്ദ്ര ബസു നമ്മുടെ ജ്യോതി ബസുവിന്റെ ബന്ധു ആയതുകൊണ്ടാണോ ജഗദീഷ് ചന്ദ്ര ബസു എന്നൊക്കെ പേരിട്ടിട്ടുള്ളത്? ജഗദീഷ് ചന്ദ്ര ബോസ് എന്നാണ്. അല്ല, ബസു എന്നായിരിക്കാം കേട്ടോ. ഈ കൊൽക്കത്തയിലൊക്കെ ചിലപ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ബസു എന്നായിരിക്കാം വിളിക്കുന്നത്. അപ്പോ നമ്മുടെ ഉത്തരങ്ങൾ ആദ്യം പറഞ്ഞത് ആദ്യം ഉത്തരം പറഞ്ഞത് ബിനോ മാത്യു ആണ്. പക്ഷെ ജഗദീഷ് ചന്ദ്ര വരെ എത്തിയുള്ളൂ. പക്ഷെ ബോസും അദ്ദേഹം പിന്നീട് പറഞ്ഞു കേട്ടോ. അപ്പൊ ബിനോ മാത്യുവിന് 4 പോയിന്റുകളായി. ഇപ്പോൾ 1 പോയിന്റ് കൂടെ കൂടി 4 പോയിന്റുകളായി. അടുത്തത് അജിത് രാജ് ജഗദീഷ് ചന്ദ്ര ബോസ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അജിത് രാജ് ഒരു രക്ഷയില്ല കേട്ടോ. പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. 3, 4, 5, 6, 7, 8 പോയിന്റായി. ഓഫ് മൈ ഗോഡ്, 8 പോയിന്റുകളോടുകൂടി അജിത് രാജ് വളരെ മുന്നിലാണ്. അജിത് രാജിന് അഭിനന്ദനങ്ങൾ. കലാദേവി JC ബോസ് പറഞ്ഞു ശരിയാണ്. ബിനോ മാത്യു പിന്നെ ബോസ് പറഞ്ഞു. അപ്പൊ കലാദേവിക്കും 1 പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ കലാദേവി ഇത്രയും നേരമായിട്ട് കുറേ ആൻസേഴ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇപ്പൊ 1 പോയിന്റ് കിട്ടിയത്. കലാദേവിക്ക് 1 പോയിന്റ് ഉണ്ട്. കൺഗ്രാറ്റ്സ്. അപ്പൊ ബിനോ മാത്യു ബോസ് പറഞ്ഞു. അപ്പൊ ബിനോ മാത്യു, അജിത് രാജ്, കലാദേവി എന്നിവർക്കാണ് 1 പോയിന്റുകൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ശാന്തകുമാരി, ഡോക്ടർ ജഗദീഷ് ചന്ദ്ര ബസുവും ബോസും മിക്കവാറും ഒന്നായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ കൊൽക്കത്തയില്. വൈശാഖ് JC ബോസ്, പവിത്ര ഉണ്ണി JD ബോസ്, അപ്പനെ മാറ്റല്ലേ, JC ബോസാണ്. അശ്വതി കുഞ്ഞൻ ജഗദീഷ് ചന്ദ്ര, വൈശാഖ് സർ ജഗദീഷ് ചന്ദ്ര ബോസ്. ബിനോ മാത്യു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. JC ബോസ് പവിത്ര ഉണ്ണി ശരിയാക്കിയിട്ടുണ്ട്. ശാല തോമസ് ജഗദീഷ് ചന്ദ്രബോസ് പറഞ്ഞിട്ടുണ്ട്. ആൻസ് ഫിലിപ്പ് JC ബോസ് പറഞ്ഞിട്ടുണ്ട്. ഫുൾ നെയിം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. എന്താ ബ്ലാക്ക് ലേബൽ എന്നൊക്കെ പറയുന്നുണ്ട്. JD എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, ഈ അടിയ ലൈവിന്റെ
ഹൈലൈറ്റ് അല്ലേ? അത് ശരിയാ, അത് ശരിയാ അല്ലെ? അടി തന്നെയാ ലൈവിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബോസും ഉണ്ട് ബസ്സും ഉണ്ട് ബംഗാളിൽ അല്ലേ? ഞാനല്ലേ ഫസ്റ്റ്, ഞാൻ സെക്കൻഡ് ആണ്. എന്തായാലും പോയിന്റ് കിട്ടിയില്ലേ, 8 പോയിന്റായി. തൂ മദ്യപാൻ ഹേ റാം. എന്തൊക്കെയാ പറയുന്നത്? കണ്ണു വെക്കല്ലേ, ഗൂഗിൾ അടിച്ചു പോവും. എന്റേത് ലേറ്റ് ആണോ? വൈശാഖ് ജയ് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അദ്ദേഹം ഒരു ലാപ്ടോപ്പ് 2 മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് എളുപ്പത്തിൽ ഗൂഗിൾ ചെയ്യുന്നത്. പിന്നെ അമ്പട സണ്ണി രാജ്. ഓക്കെ, അപ്പോ എൻ്റെ പൊന്നെ, എല്ലാവരുടെയും കളിച്ചിരി തമാശകളും ഒക്കെ ആയിട്ട് 12:54 നമുക്കിനി 2 ചോദ്യങ്ങൾ കൂടെയുള്ള സമയമുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും JC ബോസ് കഴിയുന്നതോടുകൂടി നമുക്ക് ഇനി ഇന്ത്യക്കാരിലേക്ക് പോകണോ അതോ കുറച്ച് ഇവിടെയൊക്കെ കറങ്ങി വരണോ? നമുക്കൊന്ന് യൂറോപ്പ് കറങ്ങി വന്നാലോ? ഒന്ന് ജർമ്മനിക്ക് പോയി വന്നാലോ? ജർമ്മനിയിലേക്ക് ഒന്ന് വേഗം പോയിട്ട് വരാം. അപ്പം ഇദ്ദേഹം ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, പാട്ട് 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 എന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ ആദ്യം പറഞ്ഞത്. ശാന്തുമാരി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് വൈകിയാണ് എനിക്ക് വന്നത് കേട്ടോ. എനിക്കിവിടെ കാണുന്നത് ഇത്തിരി വൈകിട്ടാണ്. ഓക്കെ, നമുക്കിനി പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോവാം. അതെ അതെ, ദൂരെ കൊണ്ടുവച്ചിട്ടുണ്ടോ? അവർ നമ്മുടെ ഐഡിയ. അപ്പം നമുക്ക് ഇതിൽ ചിൽഡ്രൻ ഫസ്റ്റ് ബെഞ്ചേഴ്സ് ബാക്ക് ബെഞ്ചേഴ്സ് അവിടെ അടികൂടട്ടെ. നമുക്ക് ഫ്രണ്ട് ബെഞ്ചേഴ്സ് പഠിപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഇദ്ദേഹം ഭയങ്കരമായിട്ട് കരിയറൊക്കെ മ്യൂസിക്കാണ് ചൂസ് ചെയ്യാൻ നിന്നത്. ഓക്കെ, ജർമ്മനി എനിക്ക് ഇഷ്ടമല്ല, അത് ഒരു ജർമ്മൻകാരനായിരുന്നു ഇദ്ദേഹം. ഭയങ്കരമായിട്ട് മ്യൂസിക്കിനോ ഭയങ്കര താല്പര്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദുരിതം നിറഞ്ഞതായിരുന്നു. ആദ്യത്തെ ഭാര്യ മരിച്ചു, രണ്ടാമത് കല്യാണം കഴിച്ചു, 3 മക്കളുണ്ടായി, 3 മക്കളും മരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഇദ്ദേഹം എന്താ പറയാ, ഈ ഹിറ്റ്ലറിനെതിരായിരുന്നു. ഈശ്വര, ഞാൻ മുന്തിരിവള്ളി തളിർക്കട്ടെ, ഞാനൊന്നും പറയണ കേക്ക്, ഇടയ്ക്ക് ടീച്ചറേയും കൂടെ കേക്ക്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ 3 മക്കളും മരിച്ചുപോയി. ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ സയന്റിസ്റ്റുകളൊക്കെ എന്താ ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറിന്റെ അനുകൂല പ്രസ്താവനകൾ ഇറക്കും. അതായത് ഹിറ്റ്ലറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണു, അതായത് ഹിറ്റ്ലറിന്റെ ഭീഷണിയെ തുടർന്ന് തന്നെ, അല്ലാണ്ട് അവർ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമല്ല, ഹിറ്റ്ലറിന്റെ ഭീഷണിയെ തുടർന്ന് അനുകൂല പ്രസ്താവനകൾ ഇറക്കും. പക്ഷെ ഇയാൾ പറഞ്ഞു, അതെ പറ്റില്ല, നടക്കില്ല, ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ അനുകൂല പ്രസ്താവനകളൊന്നും ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു മകനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞു. അതായത് ഹിറ്റ്ലറിനെ കൊല്ലാൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഹിറ്റ്ലർ തന്നെ കൊന്നു കളഞ്ഞു. ഹിറ്റ്ലറിന് പിന്നെ അന്ന് അതൊക്കെ ആയിരുന്നല്ലോ പണി. അപ്പൊ ഹിറ്റ്ലർ തന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു മകനെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കണ്ടുപിടിച്ച ആള്. യെസ്, അതിൽ കിട്ടി. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കണ്ടുപിടിച്ച ആള് ഇദ്ദേഹമാണ്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പ്രോബ്ലം കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ബീത്തോവൻ പാട്ടുകാരനായിരുന്നു, പക്ഷെ ഇദ്ദേഹം പാട്ടിലേക്ക് പോയാനേ. പക്ഷെ ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ബീത്തോവൻ പാട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോൾ ബീത്തോവനിലേക്ക് വന്നതാണ്, പക്ഷെ പാട്ടുകാരനല്ല. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെയാണ്. ക്വാണ്ടം തിയറിയുടെ പിതാവ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതെല്ലാം വെച്ച് ഗൂഗിളിൽ നോക്കിയിട്ട് വരാന്ന്. ബീത്തോവൻ ഒരു പാട്ടുകാരനായിരുന്നു, പക്ഷെ അദ്ദേഹം സയന്റിസ്റ്റ് അല്ലല്ലോ. അദ്ദേഹം അല്ലല്ലോ ക്വാണ്ടം തിയറി കണ്ടുപിടിച്ചത്. ക്വാണ്ടം തിയറി കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കുറിച്ചാണ്, അത് തന്നെയാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. ക്വാണ്ട എന്ന് പറയുന്ന സാധനം ഉണ്ട്, ക്വാണ്ടം ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. യെസ്. ബീത്തോവനും മാക്സ് പ്ലാങ്കും മാറി മാറി വരുന്നുണ്ട്. മാക്സ് പ്ലാങ്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. വൈശാഖ് ജയ് മാക്സ് പ്ലാങ്ക് പറഞ്ഞുകൊണ്ട് 1 പോയിന്റ് കൂടെ നേടിയിരിക്കുകയാണ്. അപ്പോൾ വൈശാഖ് ജയ്ക്ക് ഇപ്പോൾ 5 പോയിന്റായി മൊത്തം. പിന്നെ ശാന്തകുമാരി ബീത്തോവൻ അല്ല, മാക്സ് പ്ലാങ്ക് ആണ് ഉത്തരം. അശ്വതിക്ക് 3ാമത്തെ പോയിന്റായി. വീണ്ടും അജിത് രാജ്, രക്ഷയില്ല, അജിത് രാജിന് 1 പോയിന്റും കൂടെ ആയിട്ടോ. അജിത് രാജ് കരകവിഞ്ഞൊഴുകുകയാണ് ഇവിടെ. പിന്നെ കലാദേവി മാക്സ് പ്ലാങ്ക് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ബീത്തോവൻ ആണ്, ബീത്തോവൻ അല്ല.
ശുദ്ധ ഗൂഗിൾ ഉത്തരം. അതെ, അരമണിക്കൂർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എത്തുന്നുണ്ടോ ആവോ? വൈശാഖ് ജയുടെ ആദ്യത്തെ ഉത്തരം വന്നത് കേട്ടോ. അപ്പോൾ മാക്സ് പ്ലാങ്ക് തന്നെയാണ് ഉത്തരം. എനിക്കറിയാം, ഞാൻ പറയില്ല അത്. ബിന്ദു പിന്നെ മാക്സ് പ്ലാങ്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മാക്സ് പ്ലാങ്ക് ആണ് ഉത്തരം. ഓക്കെ, മാക്സ് പ്ലാങ്ക് ആണ് ഉത്തരം. അച്ഛനെ അല്ലേ സാറേ കൊന്നാൽ കൊന്നു എന്ന് പറയാം അശോക്. അപ്പോൾ മാക്സ് പ്ലാങ്ക് ഉത്തരത്തോടു കൂടി നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഒരു ചോദ്യത്തിനുള്ള ഒരു മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അവസാനത്തെ ചോദ്യം നമുക്ക് കുറച്ചൊന്ന് ഈസി ആക്കിയാലോ? കുറച്ച് ഈസി ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റിയാനേ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അവസാനത്തെ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം. ഓക്കെ, ഇന്ത്യനാണ് ഇദ്ദേഹം സയന്റിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സയന്റിസ്റ്റ് അല്ല, സയൻസ് അല്ല, മാത്സിലാണ്, മാത്തമാറ്റീഷ്യനാണ്. ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. എൻ്റെ അമ്മേ, നിങ്ങളുടെ അടി കൂടി കഴിഞ്ഞെങ്കിൽ ഒന്ന് നോക്ക്. ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ, വെരി ഫേമസ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ. ഇദ്ദേഹം കോളേജിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തോറ്റുപോയി. പക്ഷേ കണക്കിൽ 100ൽ 100 വാങ്ങിച്ചു. കണക്കിൽ 100ൽ 100 വാങ്ങി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് തോറ്റുപോയ ഒരു ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ് ഇദ്ദേഹം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ നോട്ട് ബുക്ക് നിറച്ച് തിയറാണ്. തിയറി നിറച്ച് തിയറാണ്. പ്രൂഫ് ഒന്നും ഇല്ലാത്ത തിയറികളാണ് ഇദ്ദേഹത്തിന്റെ നോട്ട്ബുക്ക് മുഴുവൻ. അതൊന്നും കാംബ്രിഡ്ജിലെ പ്രൊഫസേഴ്സിനും മാത്തമാറ്റീഷ്യൻസിനും വരെ ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇയാളുടെ തിയറംസ് ഒന്നും. പക്ഷെ ഇയാളുടെ തിയറംസ് കൊണ്ട് നിറഞ്ഞതാണ് ഇയാളുടെ നോട്ട്ബുക്കുകളൊക്കെ. 120 തിയറം വെച്ചിട്ട് ഇദ്ദേഹം ഒരു ദിവസം ഹാർഡി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. GH ഹാർഡിക്ക് ഒരു ലെറ്റർ എഴുതി. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹത്തിനെ കാംബ്രിഡ്ജിലേക്ക് ഹാർഡി വിളിച്ചു. ഇങ്ങ് വണ്ടി കയറി പോരടാ മോനെ എന്ന് പറഞ്ഞു ഹാർഡി. GH ഹാർഡി പറഞ്ഞു. അദ്ദേഹം വലിയൊരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു കാംബ്രിഡ്ജിലെ. അപ്പോൾ പ്രൊഫസറാണ് ഹാർഡി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കയറി വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയപ്പോഴാണ് നമുക്കറിയാം, അപ്പോൾ ഒരു രാമാനുജനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഹാർഡി ഒരു ടാക്സി കാറിനാണ് വന്നത്. ആ ക്യാബിന്റെ നമ്പർ ഭയങ്കര ഫേമസ് ആണ്. ക്യാബിന്റെ നമ്പർ എന്ന് പറയുന്നത് 1729 ആണ്. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് പറയും, 1729 എന്തിട്ട് ഒരു പ്രത്യേകതയില്ലാത്തൊരു നമ്പർ ഞാൻ കണ്ടു എന്ന് പറയും. അപ്പൊ രാമാനുജൻ പറയും, അതൊരു പ്രത്യേകതയില്ലാത്ത നമ്പർ അല്ല, അതൊരു പ്രത്യേക തരം നമ്പറാണ്. അയ്യോ, ന്യൂട്ടനെ മറന്നൂലേ? അയ്യോ സോറി. ന്യൂട്ടനെ അവസാനത്തെ ചോദ്യം ന്യൂട്ടൻ ചോദിക്കാം. അപ്പൊ ഈ പറയുന്നത് ശ്രീനിവാസ രാമാനുജനെ കുറിച്ചാണ്. എന്നാ ജർമ്മനി എന്നെ പിടിച്ച് കടിച്ചാന്നൊക്കെ. അപ്പൊ ശ്രീനിവാസ രാമാനുജൻ ഒരുപാട് പേര് ഉത്തരം പറഞ്ഞു കേട്ടോ. അപ്പൊ ന്യൂട്ടന്റെ ക്ലൂസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ന്യൂട്ടൺ നല്ല രസകരമായ കുറച്ച് ക്ലൂസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ന്യൂട്ടനെ ഞാൻ മറന്നുപോയി, സോറി. ഇതിന്റെ ഇടയിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ കയറി വന്നപ്പോൾ നമ്മൾ പിന്നെ ആകെ അങ്ങോട്ട് ദേശഭക്തി ആയിപ്പോയി. അപ്പൊ വൈശാഖ ജയ്യാണ് ആദ്യത്തെ ശ്രീനിവാസ രാമാനുജൻ പറഞ്ഞത്. 6 പോയിന്റുകളുണ്ട് വൈശാഖ് ജയ്ക്ക്. കലാദേവി രാമാനുജൻ പറഞ്ഞു. കലാദേവിക്ക് 2 പോയിന്റായി. S രാമാനുജൻ എന്ന് ജയശ്രീ ജോൺ പറഞ്ഞു. ജയശ്രീ ജോണിന് 4 പോയിന്റായി. അതെന്താ ജെൻ? വൈശാഖ ജയ എന്തോ ഒരു ജെൻ ഇട്ടിട്ടുണ്ട്. ശ്രീനിവാസ രാമാനുജൻ എന്ന് അജിത് രാജ് പറഞ്ഞു. അശ്വതി രാമാനുജൻ പറഞ്ഞു. ശാന്തോപാരി രാമാനുജൻ പറഞ്ഞു. എസ് ഒന്നും പറ്റില്ല. ശ്രീനിവാസ രാമാനുജൻ ബിന്ദു പറഞ്ഞു. പിന്നെ ഇന്നിവിടെ അങ്കാണ്. ന്യൂട്ടനെ മറന്നിട്ടില്ല. ന്യൂട്ടന്റെ കുറച്ച് ക്ലൂസ് ഞാൻ തരാം. കുറച്ച് കാര്യങ്ങൾ, ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിക്കും കോളേജിൽ മാത്സിന് ഫുള്ളായിരുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ തോക്കാത്തതുകൊണ്ട് ഞാൻ ഫേമസ് ആയില്ല. ശരി അജിത് രാജേ, എൻ്റെ പൊന്നോ, എന്തൊക്കെ കേൾക്കണം. ഇവിടെ നടത്തുന്ന ക്വിസിന് ഫസ്റ്റ് അടിച്ചു എന്നല്ലാതെ അജിത് രാജിന്റെ പൊന്തൂവലിൽ എന്താ പറയുക, കിരീടത്തിൽ വേറെ എന്തൊക്കെ പൊന്തൂവലുകൾ ഉണ്ട് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കണം.
പോരുന്നു എൻ്റെ കൂടെ ഇത്തവണ ബ്ലോഗ് വിഷയം എഴുതാൻ പുള്ളിയോട് പറയാം. 1729 എനിക്കും കോളേജിൽ മാത്സിന് ഫുള്ള് പാരൽ കോളേജിൽ ശരിക്കുള്ള കോളേജ് അംഗീകരിക്കില്ല. രാമാനുജം പോരാ, അത് കലക്കി. ഇത്തവണ ബ്ലോഗ് വിഷയം എഴുതാൻ എന്നോടാണോ കൂടെ പോരുന്നോന്ന് ചോദിച്ചത്? കൂട്ടക്ഷരങ്ങൾ ക്വിസ്റ്റാർ ആയില്ല, അത് ശരിയാ. കൂട്ടക്ഷരങ്ങൾ ക്വിസ്റ്റാർ ആയി എന്ന് പറയുന്നത് നമുക്ക് മറ്റേ സി വിയിലൊക്കെ വെക്കാവുന്ന ഒരു കാര്യമാണ്. അത് സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്വിസ് മാസ്റ്റർ ആണെന്നൊക്കെ സി വിയിൽ എനിക്ക് വെക്കാം. എനിക്ക് 3 പോയിന്റ് അവസാനത്തെ ഉത്തരം ഐസക് ന്യൂട്ടൺ. അജിത് രാജിന്റെ കോളേജിൽ ഒന്ന് അന്വേഷിക്കണം. ഞാനാണ് ഫസ്റ്റ് കാണുന്നത്. എൻ്റെ രാമേട്ടൻ. കലാദേവിക്ക് 2 പോയിന്റാണല്ലോ ഞാൻ കാണുന്നത്. മഴ പെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ ഇത്തിരി വൈകിപ്പോയതല്ലേ വൈശാഖ ജയശ്ശേരി. സമ്മതിച്ചു, എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ സമ്മതിച്ചു തരുന്നു, വേറെ വഴിയില്ല. ഇനി ഐസക് ന്യൂട്ടനെ കുറിച്ച് കുറച്ച് കുറ്റം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ലൈവ് പരിപാടി അവസാനിപ്പിക്കാം. അതായത് അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. ഐസക് ന്യൂട്ടൺ ഒരു ഇൻട്രോവേർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് രണ്ടാനമ്മയുടെ കൂടെയൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഥയുണ്ടല്ലോ, എന്താ പറയുക, ആപ്പിൾ സ്റ്റോറി. പോയിട്ട് ആപ്പിൾ തോട്ടത്തിലിരുന്നപ്പോൾ ആപ്പിൾ വീണു, ഗൂഗിൾ സ്ലോ ആയി പോയത്, സെൻറ്റൻസ് കംപ്ലീറ്റ്. മാത്സിൽ ജസ്റ്റ് പാസ് ആകുന്ന എന്നോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ. പക്ഷെ മാത്സിൽ ശ്രീനിവാസ രാമാനുജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരാളല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. I missed this. We also missed you, മുർഷി. പർവീൻ, we missed you. മുർഷിയെ ഞങ്ങൾ മിസ് ചെയ്തു നല്ലോണം. അപ്പോൾ എണീറ്റ് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു മുർഷി. അദ്ദേഹം സുഹൃത്തുക്കളുടെ കൂടെ ചളി പറഞ്ഞിരിക്കുകയായിരുന്നില്ല, പകരം കണ്ടുപിടുത്തങ്ങൾ നടത്തുകയായിരുന്നു. അപ്പോൾ അന്വേഷിക്കേണ്ടെന്നാണ് അജിത് രാജ് പറഞ്ഞത്. അന്വേഷിച്ച വേറെ പലതും വരും. ശരി. അപ്പോൾ ഞങ്ങൾ ഇൻവെർട്ടർമാരുടെ കഥ ഒരു വല്ലാത്ത കഥയാണ്. ഇൻവെർട്ടർമാരോ അതാരാ? അപ്പോൾ നമുക്ക് ഇൻട്രോവേർട്ടാണോ ഉദ്ദേശിച്ചത്? അപ്പൊ ഇൻട്രോവേർട്ടായിരുന്നു ഇദ്ദേഹം, ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു കേട്ടോ ഐസക് ന്യൂട്ടൺ. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പൊ അദ്ദേഹത്തിന് കുറെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോളേജിൽ നിന്ന് വന്നിട്ട് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയി, കോളേജല്ല സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ, ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയിട്ട് ആപ്പിൾ തോട്ടങ്ങളിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ കഥ വന്നത് തന്നെ. ആപ്പിൾ വീണു, ആപ്പിൾ തലയിൽ വീണു, ഇദ്ദേഹം ഗ്രാവിറ്റി കണ്ടുപിടിച്ചു എന്നുള്ള കഥ വരുന്നത് തന്നെ. ഇദ്ദേഹം ശരിക്കും ഒരു സോളിറ്ററി ആയിട്ട് നടന്നിരുന്ന ഒരാളാണ്. ഓക്കെ, ഒരു ലോണറായിരുന്നു. ഒറ്റയ്ക്കേ നടക്കുള്ളൂ, ഒറ്റയ്ക്ക്, ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കല്യാണമേ കഴിച്ചിട്ടില്ല. ഓരോരുത്തർ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ഒരു കല്യാണം കഴിച്ച് അത് മറച്ചു വെച്ച് രണ്ടാമത്തെ കല്യാണം കഴിച്ച് കസിനെ കല്യാണം കഴിച്ച് അങ്ങനെയൊക്കെ പിന്നെ അവരുടെ സഹായത്തോടു കൂടി മാത്തമാറ്റിക്സിൽ പ്രൂഫ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ ഐസക് ന്യൂട്ടൺ കല്യാണമേ കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് അതൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറൊരു ലെവൽ ആളായിരുന്നു, ഒരു ഇൻട്രോവേർട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ബൈബിളിലൊക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐസക് ന്യൂട്ടൻ്റെ കുറച്ച് കഥകൾ പറഞ്ഞു തരാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിൾ സ്റ്റോറി അദ്ദേഹമായിട്ട് ശരിക്കും ബന്ധമൊന്നുമില്ല. അദ്ദേഹം എഴുതിയ കഥയൊന്നുമല്ല ആപ്പിൾ സ്റ്റോറി. പക്ഷെ അതങ്ങോട്ട് കയറി ക്ലച്ച് പിടിച്ച് അങ്ങനെ ആപ്പിൾ തലയിൽ വീണ് ഐസക് ന്യൂട്ടൺ ഇതായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ കഥകളും പറയുന്നല്ലോ, തേങ്ങ തലയിൽ വീണിട്ടുണ്ടെങ്കിൽ ഐസക് ന്യൂട്ടൺ അന്നേ ചത്തുപോയാനെ എന്നൊക്കെയുള്ള കഥകളും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം വേറെ പറയാനുള്ളത്, ഇദ്ദേഹം ഫിലോസഫി നാച്ചുറൽസ് പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ 3 laws of motion കണ്ടുപിടിച്ചത് ഇദ്ദേഹമാണ്. അതേ കല്യാണം കഴിച്ചില്ല. ഞാൻ അന്നേരമേ പറഞ്ഞു അദ്ദേഹത്തെ വെറുതെ സമയം കളയാതെ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയായിരുന്നു. അതെ, സമയം കളയാണ്ട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം, ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹം എന്താ പറയുക, ഒരു ചർച്ചിലെ ബൈബിളും കാര്യങ്ങളൊക്കെ നോക്കി നടന്നിരുന്ന അങ്ങനത്തെ ഒക്കെ ഒരാളായിരുന്നു. അല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ കൂടുതൽ സമയം വേറെ ഇതിനോടും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, സ്ത്രീകളോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത അവസ്ഥയിൽ അദ്ദേഹത്തിനെ LGBTQA+ ഏതെങ്കിലുമൊക്കെ ഒരു ലേബലിൽ വിളിച്ചാനേ. പക്ഷെ അന്ന് അദ്ദേഹത്തെ അങ്ങനെയൊന്നും കാറ്റഗറൈസ് ചെയ്ത് വിളിച്ചില്ല, കളിയാക്കിയില്ല ആരും. അദ്ദേഹം ഒരു ലോണറായി തന്നെ ജീവിച്ച് മരിച്ചു. ന്യൂട്ടൺ കല്യാണം കഴിച്ചില്ല, കഷ്ടമായിപ്പോയി. അയാൾ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു. സത്യം,
ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ, കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് ദുഃഖവും കൂടെ വേണ്ടേന്നല്ലേ പവിത്ര ഉണ്ണി. ശരിയാണ്. അപ്പം ഇതൊക്കെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയാനുള്ളത്. വളരെ വിഷമം പിടിച്ചൊരു ജീവിതമായിരുന്നു. സത്യം പറഞ്ഞാൽ പല സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നോക്കിയാലുണ്ടല്ലോ പലരുടെയും വളരെ വിഷമം പിടിച്ച ജീവിതങ്ങൾ തന്നെയായിരുന്നു. ആരും അത്ര നോർമലായി ജീവിച്ചിരുന്നവരൊന്നുമല്ല. അവർ പലരും മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെയൊക്കെ എന്താ പറയുക ഇത് നമുക്ക് പുറത്തേക്ക് വരുന്നത് തന്നെ. അവരുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് നമ്മൾ അവരെ മഹാന്മാരാക്കുന്നത് തന്നെ അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ കണ്ടുപിടുത്തങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രാവിറ്റി കിട്ടിയില്ലേ, നന്ദി വേണം, നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ഐസക് ന്യൂട്ടനോട്. അപ്പോൾ ഇതാണ് ഈ പറയുന്നത്. അപ്പോൾ പല ശാസ്ത്രജ്ഞന്മാരും അവരുടെ ലൈഫ് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്, അവരുടെ ജീവിതം തന്നെ ഉഴിഞ്ഞു വെച്ച് സയൻസിന് വേണ്ടി ഉഴിഞ്ഞു വെച്ചതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വളരെ എന്താ പറയുക എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നത്. ഇൻ്റലിജൻസ് കംസ് വിത്ത് എ പ്രൈസ്, യെസ്, വിത്ത് എ ഹെവി പ്രൈസ്. സത്യമാണ് പവിത്ര ഉണ്ണി. ഇൻ്റലിജൻസ് മറ്റേ എഴുത്തുകാരും ഒരുപാട് എഴുത്തുകാരും ഞാൻ തിരുമ്പി വந்தாച്ച്. യെസ്, വെൽക്കം ബാക്ക് ബിനോ മാത്യു. സ്ത്രീകളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഗ്രാവിറ്റി കണ്ടുപിടിച്ചു, ഇല്ലെങ്കിൽ മേപ്പോട്ട് പോയത്. അപ്പോൾ നമ്മളെയൊക്കെ കഷ്ടപ്പെടുത്താൻ ഓരോ കണ്ടുപിടുത്തം നടത്തി പുള്ളിക്കാരൻ. നമ്മളങ്ങനെയൊക്കെ പറയുമെങ്കിലും കുറേ സയൻറ്റിസ്റ്റുകൾ, കുറേ എഴുത്തുകാർ ശരിക്കും അവരുടെയൊക്കെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് അവർ എന്താ പറയുക പലതും വേണ്ടെന്ന് വെച്ച് പലതും സാക്രിഫൈസ് ചെയ്ത് അവരുടെ ജീവിതമൊക്കെ ഭയങ്കര വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ, ഇപ്പം മേരി ക്യൂറിയൊക്കെ പറയുകയാണെങ്കിൽ അവർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ എക്സ്റേയും പിന്നെ റേഡിയോ ആക്റ്റീവ് പൊളോണിയം ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റേഡിയം ഒക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ ഇവർ എന്താ പറയുക ബെയർ ഹാൻഡ്സ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ വരികയും അവർ ഒരുപാട് നരകിച്ച് അനുഭവിച്ച് മരിക്കുകയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങൾ താണ്ടിയാണ് ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ വേണ്ടി ഒരു എന്താ പറയുക നമുക്ക് അവരെയൊക്കെ ഇന്ന് സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്യൂട്ടക്ഷരങ്ങൾ ക്വിസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവസാനം ഞാനൊന്ന് സ്കോർ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. അജിത് രാജ് ഒരുപാട് പോയിന്റുകൾ നേടി, 3, 4, 5, 6, 7, 8, 9 പോയിന്റുകളോട് നേടി ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. വൈശാഖ് ജയ് 3, 4, 5, 6 പോയിന്റുകളോടുകൂടി വൈശാഖ് ജയ്. ബിനോ മാത്യുവും ജയശ്രീ ജോണും 4 പോയിന്റുകളോടുകൂടി 3-ാം സ്ഥാനവും. പിന്നെ അശ്വതി 3 പോയിന്റുകളോടുകൂടി അശ്വതിയും 4-ാം സ്ഥാനവും. പിന്നെ ശാന്തകുമാരി, കലാദേവി എന്നിവർ 2 പോയിന്റുകളോടുകൂടി 5-ാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഹാരിസ് മേമന, കലാദേവി കലാദേവിക്ക് 3 പോയിന്റ് ആയിട്ടോ, സോറി, കലാദേവിന് 2 തരത്തിലാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ കലാദേവിക്ക് 3 പോയിന്റാണ്. അപ്പൊ 4-ാം സ്ഥാനമുണ്ട്. കലാദേവിയും അശ്വതിയും 4-ാം സ്ഥാനത്താണ്. അതേപോലെ ശാന്തകുമാരിയും 2 പോയിന്റുകളോടുകൂടി 5-ാം സ്ഥാനത്തുണ്ട്. ഹാരിസ് മേമന, ആൻസ് ഫിലിപ്പ്, സഹല യാസർ, ബിന്ദു, ശാല തോമസ് എന്നിവർ ഓരോ പോയിന്റുകൾ നേടി സ്കോർ ബോർഡിൽ കയറിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഗംഭീര ക്വിസ് കേട്ടോ. ഷിജു ജോബു ഫസ്റ്റ് അടിച്ചുകൊണ്ടായിരിക്കും അല്ലേ. എന്തായാലും എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ, പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ. അതേപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. എല്ലാവർക്കും ആശംസകൾ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എൻ്റെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ ഞാനൊക്കെ ചത്ത് കഴിഞ്ഞിട്ട് നാട്ടുകാർ അറിയുള്ളൂ എന്നാണോ? ഹരിയോട്ടനൊപ്പം മണ്ണടിയട്ടെ എന്നൊക്കെ. പങ്കെടുത്തവർക്കും വിജയിച്ചവർക്കും ആശംസകൾ. അപ്പോൾ എന്തായാലും കണ്ടുപിടുത്തങ്ങൾ 3-ാം സ്ഥാനത്തിന് ടൈ ബ്രേക്കർ വേണ്ടേ? എൻ്റെ പൊന്നോ, ജയശ്രീ ജോണും ടൈ ബ്രേക്കർ വേണോ? ജയശ്രീ ജോണും ബിനോ മാത്യുവും വേണ്ട. നമുക്കിപ്പോൾ തന്നെ സമയം 1:12 എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? എനിക്കും ഭക്ഷണം കഴിക്കണ്ടേ? ക്വിസ് മാസ്റ്റർക്ക് വിശന്നു തുടങ്ങി. ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞ് ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തി വിശന്നു തുടങ്ങി. അപ്പം എന്തായാലും ടൈ ബ്രേക്കർ വേണ്ട. ടൈ ബ്രേക്കറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഉത്തരം പറയും. അപ്പം എല്ലാവർക്കും ആശംസകൾ. അപ്പം എല്ലാവർക്കും ഗുഡ് ഡേ, ശുഭദിനം ആശംസിക്കുന്നു. നല്ല ഒരു വെക്കേഷൻ. വെക്കേഷനൊക്കെ കഴിയാറായി, 1 ആഴ്ചയും കൂടെ ഉള്ളൂ കേരളത്തിലെ വെക്കേഷൻ എന്ന് പറയുന്നത്. എല്ലാവരും അടിച്ചു പൊളിക്കുക. വേണ്ട, അവിടുന്ന് താഴോട്ട് പോയാൽ ആദ്യം 3 സ്ഥാനങ്ങളിൽ വരില്ല. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ട്. അതെ,
അതൊരു പോയിന്റ്. അപ്പോൾ നമുക്ക് ടൈ ബ്രേക്കർ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് വെരി എൻജോയബിൾ. എല്ലാവരും അടിച്ചു പൊളിച്ച്. ബാക്ക് ബെഞ്ചേഴ്സ് അടിപൊളിയായിരുന്നു. ഇപ്പൊ 3 ഉണ്ട് മിണ്ടാണ്ടിരുന്നോന്ന്. അയ്യോ, നിങ്ങളുടെ ഈ അടിയാണ് ഏറ്റവും രസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ പങ്കുചേരാൻ പറ്റാത്തതിലുള്ള വിഷമമാണ്. എടുത്തോട്ടെ, ഞാൻ പങ്കെടുക്കാനുള്ള കളിയിലാണ്. നല്ല ക്വിസായിരുന്നു. താങ്ക് യു ജയശ്രീ ജോൺ. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം ഞാനിതോടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഹാപ്പി വെക്കേഷൻ മക്കളെ. എല്ലാവരും പോയി അടിച്ചു പൊളിക്കുക. ഒരാഴ്ചയും കൂടെയൊക്കെ ഉള്ളൂ വെക്കേഷൻ. ഇനി അടുത്ത കൊല്ലം ആവണം വെക്കേഷൻ ആവണമെങ്കിൽ. അപ്പം എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോയി അടിച്ചു പൊളിച്ച് സന്തോഷമായിരിക്കുക. ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. എല്ലാവരും മക്കളൊക്കെ വീട്ടിലുള്ളവർ. അജിത് രാജ് അത് തന്നെ, അതായത് നമുക്ക് ലാസ്റ്റ് വീക്ക് ഓഫ് മെയ് ആണ്. കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും വെക്കേഷനാണ്. ഇപ്പം നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഒരു 2 ദിവസമെങ്കിലും ലീവ് എടുത്ത് മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. മക്കളെയൊക്കെ വലുതായി കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ കിട്ടൂല. പിന്നെ നമ്മൾ ഇരുന്ന് വിഷമിച്ചു തുടങ്ങും. അയ്യോ, എനിക്ക് എൻ്റെ മക്കളെ കിട്ടൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ മക്കളുടെ കൂടെ നല്ലോണം സമയം സ്പെൻഡ് ചെയ്യുക. കുഞ്ഞുമക്കളുടെ കൂടെ നല്ലോണം സമയം സ്പെൻഡ് ചെയ്യുക. അവർക്ക് നല്ലൊരു ബാല്യം കൊടുക്കുക, നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ കൊടുക്കുക, നല്ല വെക്കേഷൻ മെമ്മറീസ് കൊടുക്കുക. അവരുടെ കൂടെ പഠിപ്പിസ്റ്റുകളെ കോൺസെൻട്രേഷൻ കളയുന്ന പവിത്രയെ നിയന്ത്രിക്കുക. അവരവിടെ അടികൂടുക. ഞാനിവിടെ പറയണമൊന്നും ആരും കേൾക്കൊന്നും കൂടിയില്ല. അപ്പം എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.